Morning, sir. Morning. Morning, good day, Gunaki. Samila around Samila. Alfada, sir. Arana? Alfada no? Oh, Alfade ni B lada, B watch lada. എനിക്ക് ലിങ്ക് ഇതായിരുന്നു. ശരി സാർ, വെരിഫൈ. ആ ഇത് എ ബാച്ചാട്ടോ. ശരി ശരി, അതാ ഞാൻ ചോദിച്ചത്. എനിക്ക് സംശയം തോന്നി. ഓക്കെ. അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ. ശരി, എങ്ങനെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? അലിയ, എക്സ് ആക്സിസ് ഒരു സൈഡ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല ഏതാണ്? ഇന്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ്. ഇന്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ്. ദെൻ വൈ ആക്സിസ് ബേസ് ആയിട്ട് വരുവാണെങ്കിലോ നസ്റിനെ? Integral y equal to a to b x dy. X dy. ശരി. Then integral root of a square minus x square എന്താ സാലിഹ? Root of a square minus x square formula? X by a root a square minus x square plus a square by 2 sin inverse x by a plus c. ആദ്യം പറഞ്ഞ നമ്മളെ തുടങ്ങിയത് തുടക്കം ഞാൻ കേട്ടില്ല. ഫസ്റ്റ് പറഞ്ഞത് x by 2 ആണ്. x by 2. ശരി ശരി. by 2 പറഞ്ഞായിരുന്നോ? a ആണ്. ഒരു പ്രശ്നം തോന്നി. x by 2 ആണ് കേട്ടോ. ശരി, നമ്മൾ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് തിരിച്ചു വന്നേ. ഫിഗർ ഇതാണ്, പടം വരച്ച് ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. സർക്കിള് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന സർക്കിള്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4. ആ സർക്കിളിനും എക്സ് ഈക്വൽ ടു √3y എന്ന സ്ട്രെയിറ്റ് ലൈൻ. എക്സ് ഈക്വൽ ടു √3y ആ സ്ട്രെയിറ്റ് ലൈൻ, സർക്കിള്, എക്സ് ആക്സിസ്, ഇത് മൂന്നിന്റെയും ഇടയ്ക്കുള്ള ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കണേ. അതായത് ഇപ്പൊ ഷെയ്ഡ് ചെയ്തേക്കണാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഫിഗർ വരച്ചിരുന്നു. ഫിഗർ വരച്ച് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഏത് ആക്സിസ് ആണ് സൈഡായിട്ട് വന്നേക്കുന്നത്? എക്സ് ആക്സിസ് അല്ലേ? എക്സ് ആക്സിസ് ആണ് ഒരു സൈഡായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു പ്രത്യേകതയുണ്ട്, നമുക്ക് നോക്കാം. എക്സ് ആക്സിസ് നിങ്ങൾ എഴുതാൻ വരട്ടെ കേട്ടോ. ഒന്നും എഴുതണ്ട കേട്ടോ, ഒന്നും എഴുതണ്ട. തൽക്കാലം കണ്ടിരുന്നാൽ മാത്രം മതി. ഇവിടെ ഫോർമുല എന്തായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്? ഏരിയ ഈക്വൽ ടു ഒന്നും എഴുതണ്ട കേട്ടോ. ഞാൻ എഴുതുന്നത് നിങ്ങൾ പകർത്തണ്ട. ഏരിയ ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഫാത്തിമ ഇസ്മായിലെ ഫോർമുല. Integral y dx. A to b, integral a to b y dx. ഇന്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ്. ഇന്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ്. അപ്പൊ എക്സ് എവിടെ മുതൽ എവിടെ വരെയാന്ന് നമുക്കറിയണ്ടേ? എക്സിലെ വേരി ചെയ്യണത് ഇന്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ് ആണ്. എക്സ് വേരി ചെയ്യുന്നത് നമ്മുടെ ഷെയ്ഡഡ് റീജിയൻ കേട്ടോ. ഷെയ്ഡഡ് റീജിയന്റെ ഒന്ന് ഇതാണ്, ഒരു ബൗണ്ടറി വൈ ആക്സിസ് അല്ലേ? നോക്കി, ഇവിടെ മുതലല്ലേ? ശരിയല്ലേ പിള്ളേരെ? എക്സ് വേരി ചെയ്യുന്നത്, അതായത് വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എന്ത് വരും? ശരിയാണല്ലോ. വൈ ആക്സിസിന്റെ ഇക്വേഷൻ എന്താ ഫാത്തിമ? എക്സ് ഈക്വൽ ടു 0 അല്ലെ? വൈ ആക്സിസിന് എക്സ് ഈക്വൽ ടു 0 മുതൽ നമ്മുടെ ഫിഗർ എക്സ് ഈക്വൽ ടു 0 മുതൽ ഇവിടം വരെയില്ലേ? ഇപ്പോഴും ലൈനോട് വരയ്ക്കട്ടെ കേട്ടോ. എക്സ് ഈക്വൽ ടു 0 മുതൽ നമ്മുടെ ഷെയ്ഡ് റീജിയൻ വന്നിരിക്കുന്നത് എക്സ് ഈക്വൽ ടു 0ക്കും എക്സ് ഈക്വൽ ടു 2വിനും ഇടയ്ക്കായിട്ടാണ്. എക്സ് ഈക്വൽ ടു 0ക്കും എക്സ് ഈക്വൽ ടു 2വിനും ഇടയ്ക്കാണ് നമ്മുടെ റീജിയൻ. എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു 2 വരെ ഉണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെ വരും പറഞ്ഞേ ഫാത്തിമ? പറഞ്ഞോ. എക്സ് ഈക്വൽ ടു 0ക്കും എക്സ് ഈക്വൽ ടു 2വിനും ഇടയ്ക്കാണ്. ഇന്റഗ്രൽ X equal to 0 to 2. x equal to 0 to 2.
y എവിടെ നിന്ന് കണ്ടുപിടിക്കും? y equal to 4 minus root x square. y equal to അല്ലേ? root 4 minus x square. റൂട്ട് 4 മൈനസ് എക്സ് സ്ക്വയർ. റൂട്ട് 2 minus x. സർക്കിൾ കണ്ടുപിടിച്ചു. എന്തുകൊണ്ട് സർക്കിളിൽ നിന്ന് കണ്ടുപിടിച്ചു? നമുക്ക് എക്സ് ആക്സിസ് മുതല് സർക്കിളാണ് ഫാത്തിമ എടുത്തിരിക്കുന്നതെങ്കിൽ എക്സ് ആക്സിസ് മുതൽ സർക്കിൾ വരെയുള്ള ഏരിയ കിട്ടണത്. പറഞ്ഞു മനസ്സിലായോ? താഴെ എക്സ് ആക്സിസിന്റെ ഓപ്പോസിറ്റ് നിങ്ങൾ ഏത് കെയർവാണോ എടുക്കുന്നത് ആ എക്സ് ആക്സിസ് മുതൽ ആ കെയർവ് വരെയുള്ള ഏരിയ ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. എക്സ് ആക്സിസ് മുതൽ ആ കെയർവ് വരെയുള്ള ഏരിയ കിട്ടും. ഇപ്പൊ റൂട്ട് ഫാത്തിമ പറഞ്ഞനുസരിച്ചാണെങ്കിൽ റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സർക്കിളിൽ നിന്നല്ലേ വൈ കണ്ടുപിടിച്ചേക്കുന്നത്. സർക്കിളിൽ നിന്ന് വൈ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ y സ്ക്വയർ ഈക്വൽ ടു 4 മൈനസ് എക്സ് സ്ക്വയർ വരും, y ഈക്വൽ ടു റൂട്ട് 4 മൈനസ് എക്സ് സ്ക്വയർ വരും. ശരി, അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയേക്കണം ഇതനുസരിച്ചുണ്ടല്ലോ ഫാത്തിമ, ഇത് അനുസരിച്ച് കിട്ടിയേക്കണ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം. എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു 2 വരെ എക്സ് ആക്സിസ് മുതൽ സർക്കിൾ വരെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്ര ആ ഷെയ്ഡ് ചെയ്തേക്കണ കൂടാതെ ഇത്ര ഏരിയയോടെ ഇപ്പൊ കിട്ടും. അതായത് ഇപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റ് ക്വാഡ്രന്റിന്റെ ഏരിയ കംപ്ലീറ്റ് ആയി. പറഞ്ഞ കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഒരാളോടായിട്ട് ഞാൻ ചോദിക്കുന്നു എന്നുള്ളൂ, ആർക്കും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ പറഞ്ഞതനുസരിച്ച് എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു 2 വരെ എടുക്കണം. എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു 2 വരെ എക്സ് ആക്സിസ്. ആ എക്സ് ആക്സിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്ന കർവ് സർക്കിൾ ആണ്. അപ്പോൾ ആ സർക്കിൾ വരെയുള്ള ഏരിയ കംപ്ലീറ്റ് കിട്ടും. ഫസ്റ്റ് ക്വാഡ്രന്റ് കംപ്ലീറ്റ് ഇപ്പൊ വരും. ഏരിയ ഓഫ് ദി സർക്കിൾ ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്. അത്രയും പോർഷൻ നമുക്കില്ല. ഫാത്തിമ പറഞ്ഞിരിക്കുന്നതാണ്. ഇത് മനസ്സിലായോ ഫാത്തിമ? മനസ്സിലായി. അപ്പൊ ഇത്ര അല്ല, ഇതല്ല. x minus root 3y എന്നാണ് കണ്ടുപിടിക്കണ്ടേ? നമുക്കുണ്ടല്ലോ, നമുക്ക് എക്സ് ആക്സിസിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഏത് കർവാണ് ആ കർവിൽ നിന്നാണ് ഏത് കണ്ടുപിടിക്കേണ്ടത്? y കണ്ടുപിടിക്കേണ്ടത്. എക്സ് ആക്സിസിന്റെ ഓപ്പോസിറ്റ് അതാ എക്സ് ആക്സിസ് മുതൽ ഏത് കർവ് വരെയുള്ള ഏരിയ ആണോ നമുക്ക് കണ്ടുപിടിക്കുന്നത് ആ കർവിന്റെ ഇക്വേഷൻ കൊടുക്കണം. എക്സ് ആക്സിസ് മുതൽ ഏത് കർവ് വരെയാണോ കണ്ടുപിടിക്കേണ്ടത് ആ കണ്ടുപിടിക്കേണ്ട കർവിന്റെ ഇക്വേഷൻ കൊടുക്കണം. എന്നാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബൈ 2 കൃത്യമാണോ നമുക്കറിയില്ല. മൊത്തം കണ്ടുപിടിച്ചിട്ട് ബൈ 2 ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. മൊത്തം കണ്ടുപിടിച്ച് ബൈ 2 ചെയ്യാൻ. ഇപ്പൊ നമ്മൾ പടം വരച്ചേക്കണ ചിലപ്പോൾ നേരെ പകുതി അതൊക്കെ തോന്നുന്നുണ്ടാവും. അത് കൃത്യമായിരിക്കണമെന്നില്ലല്ലോ. കൃത്യം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കൃത്യമാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ കൃത്യം പകുതി ആയിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല. എന്ത് ചെയ്യും സ്വാലിഹ? റൂട്ട് 3y ന്ന് y കണ്ടുപിടിക്കാൻ പറ്റുമോ? x ഈക്വൽ ടു റൂട്ട് 3y ന്ന് x ഈക്വൽ ടു റൂട്ട് 3y നിന്ന് y എടുക്കും. x ഈക്വൽ ടു റൂട്ട് 3y നമുക്ക് ഇത് ഞാൻ പറഞ്ഞില്ലേ എക്സ് ആക്സിസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നിരിക്കുന്ന കർവ് നമുക്ക് ഈ ഏരിയക്കകത്ത് ഇവിടെയല്ലേ വന്ന് മുട്ടുന്നത്. എക്സ് ആക്സിസിൽ നിന്ന് ഒരു ലൈൻ വരച്ചാൽ അത് വന്ന് മുട്ടുന്നത് എവിടെയാണ്? ഈ സ്ട്രെയിറ്റ് ലൈനിലല്ലേ. നമുക്ക് എക്സ് ആക്സിസിനും ഈ സ്ട്രെയിറ്റ് ലൈനിന്റെയും ഇടയ്ക്കുള്ള ഏരിയ ഉണ്ടോ? എക്സ് ആക്സിസിൽ നിന്ന് ഒരു കർവ് വരച്ചാൽ വന്ന് മുട്ടുന്നത് ഈ സ്ട്രെയിറ്റ് ലൈനിലാണ്. സർക്കിൾ മുട്ടണം എന്ത് ചെയ്യണം? സർക്കിളിൽ മുട്ടണമെങ്കിൽ എക്സ് ആക്സിസിൽ നിന്ന് ഇവിടം വരെ വരയ്ക്കണ്ടേ? ഈ ഇത്രോ ഏരിയ നമുക്ക് വേണ്ട. ഇത്ര ഏരിയ വേണ്ട. നമുക്ക് വേണ്ട ഏരിയ ഈ സ്ട്രെയിറ്റ് ലൈൻ വരെയുള്ളത് മതി. സ്ട്രെയിറ്റ് ലൈൻ വരെയുള്ള ഏരിയ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കേണ്ടതാണ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ എന്ന് y പറഞ്ഞേ x by root 3. y equal to x by root 3. x by root 3 dx. ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആലോചിച്ചു നോക്കുക. ഈ സ്ട്രെയിറ്റ് ലൈൻ എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയല്ലോ എന്ന് എനിക്ക് അറിയില്ല, എന്നാൽ ഞാൻ പറയാം.
സ്ട്രെയിറ്റ് ലൈൻ എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ വളരെ നോക്കി, സ്ട്രെയിറ്റ് ലൈനിന്റെ ഇങ്ങനെ ഞാൻ ആരോ മാർക്ക് വരയ്ക്കുന്നുണ്ട്, ശ്രദ്ധിച്ചു കണ്ടുകൊള്ളുക. ഇങ്ങനെ വരച്ച് ഇവിടെയൊക്കെ സ്ട്രെയിറ്റ് ലൈൻ ആട്ടോ മുകളില്. ഇവിടം വരെ വന്നപ്പോൾ ഇവിടെയും സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇവിടെ ഒരു ആരോ മാർക്ക് വരയ്ക്കുമ്പോൾ ഈ ആരോ മാർക്ക് വന്ന് മുട്ടുന്നത് സ്ട്രെയിറ്റ് ലൈനിലല്ല, ഇത് സർക്കിളിലാണ് വന്ന് മുട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ആരോ മാർക്ക് വരച്ചാൽ അത് സർക്കിളിലാണ് വന്ന് മുട്ടുന്നത്, സ്ട്രെയിറ്റ് ലൈനിലല്ല. 0 മുതൽ 2 വരെ അതിന്റെ മോൾ ഭാഗം സ്ട്രെയിറ്റ് ലൈൻ അല്ല. പറഞ്ഞ മനസ്സിലായോ? എക്സ് ആക്സിസിന്റെ മുകളിൽ വന്നിരിക്കുന്നത് 0 മുതൽ 2 വരെയാണ് നമ്മുടെ റീജിയൻ ഉള്ളത്. എക്സ് ആക്സിസിനകത്ത് 0 മുതൽ 2 വരെ ഉണ്ട്. ഈ 0 മുതൽ 2 വരെയുള്ള പോർഷനകത്ത് മോൾ ഭാഗം സ്ട്രെയിറ്റ് ലൈൻ അല്ല. കുറെ ഭാഗത്ത് സ്ട്രെയിറ്റ് ലൈൻ ആണ് വരുന്നത്, ഒരു കുറച്ച് ഭാഗത്ത് അവസാനം കുറച്ച് ഭാഗത്ത് മാത്രം മോൾ ഭാഗത്ത് വരുന്നത് സർക്കിളാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒറ്റയടിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ പറഞ്ഞ കാര്യം? സിംഗിൾ ഇന്റഗ്രേഷൻ കൊണ്ട് ആൻസറിലേക്ക് എത്തില്ല. ഞാൻ ആ പടം ഒന്നുകൂടെ മാറ്റി വരയ്ക്കാം കേട്ടോ. പടം അവിടെ കിടക്കട്ടെ. സർക്കിൾ ശരി. ആക്സിസ് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഫസ്റ്റ് ക്വാഡ്രന്റ്. ഷേപ്പ് ഒന്നും വന്നില്ല, പോട്ടെ കേട്ടോ. സർക്കിള് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ഇതാണ്. പടം ഒന്നും മാറ്റി, ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ കേട്ടോ. x ഈക്വൽ ടു √3y. എന്തായിരുന്നു ഇക്വേഷൻ? x ഈക്വൽ ടു √3y. x ഈക്വൽ ടു √3y. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ താഴത്തെ ഏരിയ ആണ്. ഇത്രോ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ സർക്കിളിനും സ്ട്രെയിറ്റ് ലൈനും എക്സ് ആക്സിസിനും ഇടയ്ക്കുള്ള ഏരിയ. സർക്കിളിനും സ്ട്രെയിറ്റ് ലൈനിനും എക്സ് ആക്സിസിനും ഇടയ്ക്കുള്ള ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ആക്സിസ് ബൗണ്ടറി ആയതുകൊണ്ട് എക്സ് ആക്സിസിന്റെ ലിമിറ്റ് കൊടുക്കും. എക്സ് ഈക്വൽ ടു 0 മുതൽ വൈ ആക്സിസ് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0 ആണ്. എക്സ് ഈക്വൽ ടു 0 മുതൽ ഇവിടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ് ഈക്വൽ ടു 2 കടന്നു പോകും. എക്സ് ഈക്വൽ ടു 0ക്കും എക്സ് ഈക്വൽ ടു 2നും ഇടയ്ക്കാണ് നമ്മുടെ റീജിയൻ കിടക്കുന്നത്. അപ്പോൾ എക്സ് വേരി ചെയ്യുന്നത് 0ക്കും 2നും ഇടയ്ക്കാണ്. എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു 2 വരെ. ഇനി അത്രയും ഭാഗം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മള് ആ ഇന്റഗ്രന്റ് ആയ y dx, ആ y കണ്ടുപിടിക്കുന്നത് നമ്മൾ എടുക്കുന്ന ആക്സിസിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന കർവിൽ നിന്നാണ്. y കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ആക്സിസിന്റെ ഓപ്പോസിറ്റ് വരുന്ന കർവ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഞാൻ ഇവിടെ ഒരു ലൈനോടെയും വരയ്ക്കുന്നുണ്ടോ? ഞാൻ ഈ പോയിന്റ് കൂടെ, ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ കൂടെ y ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുവാണ്. ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ കൂടെ y ആക്സിസിന് പാരലായിട്ട് ലൈൻ വരച്ചു. ഇവിടം വരെ ഇപ്പോൾ വരച്ചിരിക്കുന്ന ഈ പുതിയ സ്ട്രെയിറ്റ് ലൈൻ വരെ എക്സ് ആക്സിസിന്റെ നേരെ മുകളിൽ വന്നിരിക്കുന്ന കർവ് കണ്ടോ? എക്സ് ആക്സിസിന്റെ നേരെ മുകളിൽ വന്നിരിക്കുന്ന കർവ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. എക്സ് ആക്സിസിന്റെ നേരെ മുകളിലേക്ക് ആരോ മാർക്ക് കുറച്ച് അത് വന്ന് മുട്ടുന്നത് എവിടെയാണ്? ഈ സ്ട്രെയിറ്റ് ലൈന് വന്ന് മുട്ടും. ഈ ലൈൻ, പുതിയ ലൈൻ, ഈ ഇടയ്ക്ക് വരച്ചിരിക്കുന്ന ആ പുതിയ ലൈൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ഞാൻ എക്സ് ആക്സിസിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ അത് വന്ന് മുട്ടുന്നത് സർക്കിളിലാണ്. അപ്പോൾ ഇവിടെ എക്സ് ആക്സിന്റെ മുകളിൽ വന്നിരിക്കുന്നത് സർക്കിളാണ്. അപ്പൊ എക്സ് ആക്സിസിന്റെ മോൾ ഭാഗത്ത് 0 to 2 വരെയുള്ള ഭാഗം എക്സ് ആക്സിസ് പരിഗണിച്ചാൽ അതിന്റെ മുകളില് 2 കർവ് വരുന്നുണ്ട്. 2 കർവ്. അപ്പൊ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. അത്രയും കാര്യം മനസ്സിലായോ നോക്കി? അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഇത്ര നേരം ആ കേസ് വന്നില്ലായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ പ്രോബ്ലം നിങ്ങൾ നോക്കി. കഴിഞ്ഞ പ്രോബ്ലം ഏതാ ചെയ്തത്? എലിപ്സ് ആണ് ചെയ്തേക്കണെന്ന് തോന്നുന്നു. ആണോ? കഴിഞ്ഞ പ്രോബ്ലത്തിലേക്ക് നിങ്ങൾ നോക്കി. നിങ്ങളുടെ കയ്യിൽ ഫിഗർ ഉണ്ടല്ലോ. ആ ഷെയ്ഡഡ് റീജിയനിൽ എക്സ് ആക്സിസിൽ നിന്ന് ഏത് ആക്സിസ് എടുത്താൽ നമ്മൾ ചെയ്തേക്കണെന്ന് പറഞ്ഞേ. സലാഹുദ്ദീനെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേക്കണ ഏത് ആക്സിസ് എടുത്താണ്? നിങ്ങളുടെ ബുക്കിൽ സോൾവ് ചെയ്തേക്കണ അവസാനത്തെ ക്വസ്റ്റ്യൻ. ശരി, നിങ്ങൾ തന്നെ നോക്കി. ആ എക്സ് ആക്സിസിൽ നിന്ന് മുകളിലേക്ക് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ആ എലിപ്സിൽ മാത്രമല്ലേ മുട്ടുള്ളൂ? നോക്കി അല്ലെ? എക്സ് ആക്സിസിന് മുകളിലേക്ക് ലൈൻ വരച്ചാൽ ആ എലിപ്സിൽ മാത്രമേ മുട്ടുള്ളൂ. അപ്പൊ അവിടെ ഒറ്റ പ്രാവശ്യം ഒറ്റ ഇന്റഗ്രേഷൻ കൊണ്ട് പരിപാടി കഴിയും. ഒറ്റ ഇന്റഗ്രേഷൻ. അതിന് മുമ്പിലത്തെ പ്രോബ്ലം ഏതാ? പരാബോള ആയിരിക്കും.
അതിന് മുമ്പിലത്തെ ക്വസ്റ്റ്യൻ പരാബോള. അവിടെ ഏത് ആക്സിസ് എടുത്തേക്കണം നമ്മള്? അവിടെ y. ശരി, y ആക്സിസ് ആണ്. y ആക്സിസ് ആണെങ്കിൽ ആ y ആക്സിസിൽ നിന്ന് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ആ പരാബോളയിൽ മാത്രമല്ലേ മുട്ടുള്ളൂ. നോക്കി. അതെ. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒറ്റ കർവിൽ നിന്ന് എടുത്താൽ മതി. ഒറ്റ കർവിൽ നിന്ന് y അല്ലെങ്കിൽ x കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നമുക്ക് രണ്ടായിട്ട് വന്നേക്കുവാണ്. എക്സ് ആക്സിസിൽ നിന്ന് മുകളിലേക്ക് വരയ്ക്കുന്ന എല്ലാ ആരോ മാർക്സും, മുകളിലേക്ക് വരയ്ക്കുന്ന എല്ലാം സ്ട്രെയിറ്റ് ലൈനിലല്ല മുട്ടുന്നത്. എക്സ് ആക്സിസിന്റെ മുകളിൽ കുറച്ച് ഭാഗത്ത് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, ബാക്കി കുറച്ച് ഭാഗത്ത് സർക്കിൾ ആണ്. അപ്പോൾ എവിടെയാണോ ആ കൂട്ടിമുട്ടുന്നത് അല്ലെങ്കിൽ എവിടെയാണോ സെപ്പറേഷൻ വരുന്നത് അവിടെ വെച്ച് നമ്മൾ പാരലൽ ടു y ആക്സിസ് ഒരു ലൈനോടെയും വരച്ച് ആ ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ ആണോ? ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളണം കേട്ടോ പിള്ളേരെ. സംശയത്തിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളണം. അപ്പൊ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ചെയ്യേണ്ടത് ആ ഇന്റർസെക്ട് ചെയ്യുന്നിടത്ത് ഒരു ലൈൻ വരച്ച് ആദ്യം മുകളിലത്തെ ഫിഗറിനകത്ത്, നിങ്ങൾ വരച്ചിരുന്ന ഫിഗറിനകത്തെ ആ ഇന്റർസെക്ട് ചെയ്യുന്നിടത്ത് ഒരു ലൈൻ വരയ്ക്കുക. ഇത് നമുക്ക് ഒറ്റയടിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്റർസെക്ട് ചെയ്യുന്നിടത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ഇന്റർസെക്ട് ചെയ്യുന്നിടത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇന്റർസെക്ട് ചെയ്യുന്നിടത്ത് പാരലൽ ടു y ആക്സിസ് ആണ് കേട്ടോ, പാരലൽ ടു y ആക്സിസ്. ഇനി ഉണ്ടല്ലോ മക്കളെ, ആ ലൈനിന്റെ ഇക്വേഷൻ അറിയാൻ വേണ്ടിയിട്ട് ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. ആ ലൈനിന്റെ ഇക്വേഷൻ അറിയണമല്ലോ. പാരലൽ ടു y ആക്സിസ് അല്ലേ വരച്ചേക്കണത്. അപ്പോൾ x ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. സർക്കിളും സ്ട്രെയിറ്റ് ലൈനോടെയും ഇന്റർസെക്ട് ചെയ്യുന്നിടത്തോടെയാണ് നമ്മൾ വരച്ചേക്കണത് അല്ലെ. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സർക്കിളും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലൂടെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ആ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ സർക്കിളും ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുക കേട്ടോ. ലൈൻ വരച്ചിട്ട് ഒരു കാര്യം ചെയ്യുക. ഞാനിവിടെ എഴുതിയേക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ എഴുതണ്ട കേട്ടോ. Okay. Solving x equal to root 3y and x square plus y square equal to 4. ഈ രണ്ടും കൂടെ സോൾവ് ചെയ്യാം. x equal to root 3y എന്ന് തന്നിട്ടുണ്ടല്ലോ, അത് ഇപ്പുറത്തെ ഇക്വേഷനകത്ത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x equal to root 3y ആകുമ്പോൾ root 3y യുടെ സ്ക്വയർ x സ്ക്വയർ എന്ത് വരും? 3y സ്ക്വയർ. x equal to root 3y അതിന്റെ സ്ക്വയർ 3y സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 4. അതായത് 4y സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് വരും. y സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് വരും. y സ്ക്വയർ ഈക്വൽ ടു 1. അപ്പൊ y എന്ത് വരും ഫാത്തിമ സനം? പ്ലസ് ഓർ മൈനസ് 1. പ്ലസ് ഓർ മൈനസ് 1 നമുക്ക് പ്ലസ് 1 എടുത്താൽ മതി കേട്ടോ. കാരണം എന്താ? നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റിലല്ലേ, നമ്മുടെ ഫിഗർ എടുക്കുന്ന ഫസ്റ്റ് ക്വാഡ്രന്റിലായിട്ടല്ലേ, അതുകൊണ്ട് പ്ലസ് 1 എടുത്താൽ മതി. താഴെ മൈനസ് 1 മുട്ടും, പക്ഷെ നമ്മുടെ ഫിഗറിനകത്ത് നമുക്ക് വേണ്ടത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അതുകൊണ്ട് y ഈക്വൽ ടു 1. y ഈക്വൽ ടു 1 ആകുമ്പോൾ എക്സും കണ്ടുപിടിച്ചു കേട്ടോ. y ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് y ഈക്വൽ ടു 1 ഇൻ സ്ട്രെയിറ്റ് ലൈനിലോ എവിടെയെങ്കിലും കൊടുത്തരാം. ഇക്വേഷൻ 1, ഇക്വേഷൻ 2. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് y ഈക്വൽ ടു 1 ഇൻ ഇക്വേഷൻ 1. അപ്പോൾ x ഈക്വൽ ടു റൂട്ട് 3 ഇൻറ്റു 1 റൂട്ട് 3 എന്ന് കിട്ടും. x ഈക്വൽ ടു റൂട്ട് 3. അതായത് ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ റൂട്ട് 3 1 ആണ് കേട്ടോ. ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, therefore point of intersection is root 3 1. സാർ ഈ വഴി എന്ന് പറഞ്ഞത് സർക്കിളിന്റെ ഇക്വേഷനിൽ കൊടുത്ത് ചെയ്താലും കുഴപ്പമുണ്ടോ? ഇല്ല, ആ രണ്ട് ഇക്വേഷനോട് സോൾവ് ചെയ്താൽ മതി, വ്യത്യാസമില്ല. എക്സ് കിട്ടാൻ വേണ്ടി ഏത് ഇക്വേഷനിലാണ് കൊടുക്കണ്ടേ? ഏത് ഇക്വേഷൻ കൊടുത്താലും കുഴപ്പമില്ലല്ലോ സലാഹുദ്ദീനെ.
രണ്ടാമത്തെ ഇക്വേഷന് കൊടുക്കുമ്പോൾ വേറെ കിട്ടുന്ന രണ്ടാമത്തെ ഇക്വേഷൻ കൊടുത്തപ്പോ എന്ത് സംഭവിച്ചു? അല്ലല്ല y equal to 1. അല്ല എന്താ പറ്റിയതാ? രണ്ടും ഒന്നേ വരുള്ളൂ. കാരണം ആ രണ്ട് ഇക്വേഷനോടെ രണ്ട് ലൈനും സർക്കിളോടെയും കൂട്ടിമുട്ടിയേക്കണ പോയിന്റല്ലേ നമ്മൾ കണ്ടുപിടിക്കണത്. അപ്പൊ അത് ഏത് ഇക്വേഷൻ കൊടുത്താലും സെയിം ആ കിട്ടുള്ളൂ. രണ്ടിനും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ്. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ √3 എന്ന് കിട്ടി കേട്ടോ. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ √3 നിങ്ങൾ ആ ഫിഗറിനകത്ത് ആ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു കേട്ടോ. ഇത് √3 എന്ന പോയിന്റ് ആണ്. √3. അപ്പോൾ ഈ വരച്ചിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈന്റെ ഇക്വേഷൻ എന്താ? ഈ വരച്ചിരിക്കുന്ന പുതിയ നമ്മൾ വരച്ചിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈന്റെ ഇക്വേഷൻ പാരലൽ ടു y ആക്സിസ് ആണ് വരച്ചിരിക്കുന്നത്. √3 എന്ന പോയിന്റിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എന്തൊരു ഐഷ സലീമേ? സർ ഇപ്പൊ വരച്ച പുതിയ സ്ട്രെയിറ്റ് ലൈന്റെ ഇക്വേഷൻ അത് √3 അറിയില്ല സാർ, ഇന്നലെ കേറിയില്ലായിരുന്നു. ശരി. അഭിനാം അതെങ്ങനെയാ വരച്ചേക്കണേ? ആ ലൈൻ എങ്ങനെയാ വരച്ചേക്കണേ? ആ ലൈനിന്റെ പ്രത്യേകത എന്താ? ഏതെങ്കിലും പാരലൽ ആയിട്ടാണോ വരച്ചേക്കണേ പുതിയ ലൈൻ? y ആക്സിസിന് അങ്ങനെയാണ് വരയ്ക്കുന്നത് കേട്ടോ. എന്റെ പടം കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പാരലൽ ടു y ആക്സിസ് ആണ്. പാരലൽ ടു y ആക്സിസ് ആകുമ്പോൾ അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? എങ്ങനെയാ പിന്നെ പാരലൽ ടു y ആക്സിസ് ആകുമ്പോൾ ഇക്വേഷൻ വരുന്നത്? x equal to 0 എന്ന് പറഞ്ഞാൽ y ആക്സിസ് അല്ലേ, പാരലൽ ടു y ആക്സിസ് അല്ലല്ലോ. x equal to 0 എന്ന് പറഞ്ഞാൽ x equal to കോൺസ്റ്റന്റ് ആണ്. ഇത് എവിടെ ഇപ്പൊ എന്ത് വരും? x equal to ഇത് ഏത് ഇവിടുത്തെ x ഏതാ? √3 കിടയിലേ കടന്നു പോണത്. അപ്പൊ ഇത് x equal to √3 ആണ് ഈ പുതിയ ലൈനിന്റെ ഇക്വേഷൻ. നമുക്ക് x equal to 0 മുതൽ 2 വരെയാണ് ചെയ്യേണ്ടത്. x equal to 0 മുതൽ 2 വരെ ചെയ്യണം. x equal to 0 മുതൽ 2 വരെ ചെയ്യുന്നതിന് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു കേട്ടോ. x equal to 0 മുതൽ √3 വരെ കാണണം. ആ 0 മുതൽ √3 വരെ സ്ട്രെയിറ്റ് ലൈൻ ആണ് മുകളിൽ വരുന്നത്. 0 മുതൽ √3 വരെ സ്ട്രെയിറ്റ് ലൈൻ മുകളിൽ വരും. √3 മുതൽ 2 വരെ വരുന്നത് എന്താണ്? √3 മുതൽ 2 വരെയുള്ള ഭാഗത്ത് മുകളിൽ വരുന്നത് സർക്കിൾ ആണ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഏരിയ ഈക്വൽ ടു എന്ത് വരും എന്ന് പറഞ്ഞേ? ഏരിയ ഈക്വൽ ടു എഴുതിയില്ലേ മക്കളൊക്കെ? ഏരിയ ഈക്വൽ ടു ഫോർമുല അതിന് വെച്ചേക്കാം. ഇന്റഗ്രൽ x equal to a to b. x equal to a to b y dx ആണ്. x equal to a to b y dx നെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യണം. പറഞ്ഞേ എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞേ. എങ്ങനെ എഴുതാം? സ്വപ്ന ഇന്റഗ്രൽ 0 to √3. ശരി, ഇന്റഗ്രൽ 0 to √3 എടുക്കുന്നുണ്ടോ ആദ്യം? x 0 മുതൽ √3 വരെ 0 മുതൽ √3 വരെ എടുത്തപ്പോൾ x ആക്സിസിന്റെ മുകളിൽ എന്താ വന്നേക്കണത്? ഫോട്ടോ എടുക്കാം. 0 മുതൽ √3 വരെ എടുത്തപ്പോൾ x ആക്സിസിന്റെ മുകളിൽ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? ആണോ സ്വപ്ന? അപ്പൊ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് y കണ്ടുപിടിച്ച് പറയണം. എന്തുവരും y? x by √3. സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് y കണ്ടുപിടിക്കണം. x by √3 dx പ്ലസ് ഇനി എവിടെ തൊട്ട് എവിടെ വരെ ചെയ്യണം? ഇന്റഗ്രൽ √3 to 2. √3 to 2. ആ √3 മുതൽ 2 വരെ എന്താ x ആക്സിസിന്റെ മുകളിൽ വന്നേക്കണത്? ഇത് സർക്കിൾ. അപ്പൊ സർക്കിളിൽ നിന്ന് y കണ്ടുപിടിക്കണം. എന്തുവരും? x² + y² = 4 ആണ്. y² = 4 - x² വരും. y equal to √4 - x². അതായത് √2² - x². √2² - x² dx. ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി.
0 മുതൽ 2 വരെയാണ് ചെയ്യേണ്ടത്. 0 മുതൽ 2 വരെ എക്സ് ആക്സിസിന് മുകളിൽ സെയിം കർവ് അല്ല. √3 വരെ സ്ട്രേറ്റ് ലൈൻ ആണ്. അപ്പൊ സ്ട്രേറ്റ് ലൈനിൽ നിന്ന് y കാണണം. √3 മുതൽ 2 വരെയുള്ള ഭാഗത്ത് സർക്കിൾ ആണ്. സർക്കിളിൽ നിന്ന് y കണ്ടുപിടിക്കണം. പോയിന്റ് √3 കണ്ടുപിടിച്ചത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. അതവിടെ വരുന്നത് എക്സ് കോർഡിനേറ്റ് √3 ആണ്. അപ്പൊ അതിൽ കൂടി കടന്നു പോകുന്ന സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു y ആക്സിസ് x ഈക്വൽ ടു √3 ആയിരിക്കും. ഇത്രയും കാര്യം ഓക്കെ ആണോ? ആണെങ്കിന്ന് തലയാട്ടെ, മനസ്സിലായെങ്കില്. ശരി, എന്താ അന്ന? ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് ആ ശരി. ഈക്വൽ ടു ആദ്യത്തെ ഇന്റഗ്രലിനകത്ത് ഇന്റഗ്രേഷനൊക്കെ ഇനി പറഞ്ഞു തന്നെ മാളവിക. ആദ്യത്തെ ഇന്റഗ്രൽ എങ്ങനെ ചെയ്യും? ആദ്യത്തിൽ നമുക്ക് √3 പുറത്തേക്ക് എടുത്തിട്ട് എക്സ് ഡി എക്സ് ചെയ്താൽ മതി മതി. അപ്പൊ √3 പുറത്തേക്ക് എടുത്തുമ്പോ എങ്ങനെ വരും എന്ന് പറഞ്ഞേ? √3 ഇന്റഗ്രൽ 0 ടു √3 √3 ഇന്റഗ്രൽ 0 ടു √3 എക്സ് ഡി എക്സ് x²/2 വരില്ലേ? എക്സ് ഡി എക്സ്. പക്ഷെ പറഞ്ഞതിനകത്തൊരു തെറ്റുണ്ട് മാളവിക. തെറ്റുള്ളത് ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. 1/√3. ആ 1/√3. പിന്നെ എങ്ങനെയാ √3 മുകളിൽ തന്നെ 1/√3 അല്ലേ? 1/√3 1/√3 ഇന്റഗ്രൽ 0 ടു √3 എക്സ് ഡി എക്സ്. ശരി, പ്ലസ് ഇനി മറ്റേ ഇന്നലെ എഴുതിയ ഫോർമുല വെച്ചാണോ? ഫോർമുല √(a² - x²) √(a² - x²) പറഞ്ഞോ, ഫോർമുല പറഞ്ഞോ. x/2 x/2 into സെയിം ക്വസ്റ്റ്യൻ തന്നെ. x/2 into 2² - x² പ്ലസ് 2²/2 അതായത് 4/2 a²/2 സൈൻ ഇൻവേഴ്സ് x/2 പ്ലസ് 1 പ്ലസ് സോറി സി ഇല്ലല്ലോ. സി വേണ്ട √3 to 2 കേട്ടോ. √3 to 2. ശരി, അടുത്ത നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തില്ലായിരുന്നു ആദ്യത്തെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/√3 into x²/2 0 to √3. അടുത്തതിനകത്ത് ലിമിറ്റ് കൊടുക്കാം. അടുത്തതിനകത്ത് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു തന്നെ അനഘ. ടി യു Sir, 2/√3/2 അല്ല 2/2. രണ്ടാമത്തെ പറഞ്ഞാൽ ഇപ്പൊ സ്റ്റെപ്പ് അങ്ങനെയായി പോയി. ഒരെണ്ണം ഇന്റഗ്രേഷൻ, ഒരെണ്ണത്തിൽ ലിമിറ്റും ആയി പോയി. അത് കുഴപ്പമൊന്നുള്ള കാര്യങ്ങളില്ല കേട്ടോ. ഒന്നും രണ്ടാമത്തെ ഞാൻ ഉദ്ദേശിച്ചത് രണ്ടാമത്തിനകത്ത് ലിമിറ്റ് എന്ന് പറഞ്ഞു. ഈ ബ്രാക്കറ്റ് കൊടുത്തല്ലേ രണ്ടാമത്തെ ഇന്റഗ്രേറ്റ് ചെയ്തില്ലേ, അതിനകത്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാൻ. 1/4 മൈനസ് 0 0 പ്ലസ് 4/2 2² വരും. that is 2 sin inverse 0 എങ്ങനെയാ? മൈനസ് അല്ലല്ല 0 ഒന്ന് എങ്ങനെയാന്ന് മനസ്സിലായില്ല എനിക്ക്. 2 sin inverse 2/2 0 സോറി 1 2 sin inverse 1. ശരി, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് √3/2 √3/2 √4 മൈനസ് 3 പ്ലസ് 4/2 സൈൻ ഇൻവേഴ്സ് √3/2 sin inverse √3/2. ശരി, ആദ്യത്തെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്തല്ലോ അല്ലെ. ഇനി ലിമിറ്റ് കൊടുത്താൽ മതി. 1/2 √3 2 ഞാൻ പുറത്തേക്ക് മാറ്റിട്ടോ. 1/2 √3 x² ലിമിറ്റ് കൊടുക്കണം. x² അപ്പർ ലിമിറ്റ് √3. അപ്പർ ലിമിറ്റ് √3 കൊടുക്കുമ്പോൾ √3 സ്ക്വയർ 3 വരും. മൈനസ് ലോവർ ലിമിറ്റ് 0 വരും. പ്ലസ്
ആയത്തിനകത്ത് 2 സൈൻ ഇൻവേഴ്സ് 1. എന്താ സൈൻ ഇൻവേഴ്സ് 1? ഫാത്തിമോസനം സൈൻ ഇൻവേഴ്സ് 1. സൈൻ എപ്പോഴാ 1 ആവണേന്ന്? സൈൻ എപ്പോഴാ 1 ആവണേ? അപ്പൊ സൈൻ ഇൻവേഴ്സ് 1 എന്താണ്? 2/3. സൈൻ 91 ആണ്. സൈൻ 91 ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ 90 ആംഗിൾ ആണ് പറയേണ്ടത്. 90 ആണ് സൈൻ ഇൻവേഴ്സ് 1. സൈൻ ഇൻവേഴ്സ് 1 90 π/2. സൈൻ 91 ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ്, ഈ സൈൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും, ഇൻവേഴ്സ് ആവും. സൈൻ ഇൻവേഴ്സ് 1 ഈക്വൽ ടു 90 മൈനസ് √3/2 ഇൻറ്റു 4 - 3 1 വരും, 1 × √1 പ്ലസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് √3/2. സൈൻ ഇൻവേഴ്സ് √3/2 എത്ര വരും? എത്രയാ മുദാസറെ? സൈൻ ഇൻവേഴ്സ് √3/2 π/3 അല്ലേ? π/3. സൈൻ 60. സൈൻ 60 ആണ്. അപ്പൊ π/3 2π/3. ആൻസർ നമുക്ക് നോക്കാം. കുറെ സാധനങ്ങളുണ്ടല്ലോ. ഇപ്പൊ 3/2 √3. വ്യത്യാസം ഉണ്ടേ പറഞ്ഞു കേട്ടോ. കാൽക്കുലേഷനിൽ എവിടെയെങ്കിലും വ്യത്യാസം തന്നെ അപ്പൊ തന്നെ പറഞ്ഞോളണം. 3/2 √3 പ്ലസ് ഇവിടെ പൈ വരും അല്ലെ, പ്ലസ് പൈ മൈനസ് √3/2 മൈനസ് 2π/3 നായി. 3/2 √3 2 × പൈ ആയി, മൈനസ് √3/2 ഉണ്ട്, മൈനസ് 2π/3. ശരി. ഈ ആയത്തിനകത്ത് 3 ഉം √3 വെട്ടിക്കളയാലോ. 3 ഉം √3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് √3/2 ആയിക്കോളും. √3/2 പ്ലസ് പൈ മൈനസ് √3/2 മൈനസ് 2π/3. √3/2 ഉം √3/2 ക്യാൻസൽ ആയി പോവും. ബാക്കിയുള്ളത് പൈ മൈനസ് 2π/3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3π മൈനസ് 2π/3 ഈക്വൽ ടു π/3 സ്ക്വയർ യൂണിറ്റ്. π/3 സ്ക്വയർ യൂണിറ്റ് എന്ന് കിട്ടും. എന്തുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്തു, എന്തുകൊണ്ട് ഇന്റഗ്രേഷൻ അങ്ങനെ രണ്ടാക്കി മാറ്റി ചെയ്തു, ആ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇന്റഗ്രേഷൻ ചെയ്യണതും ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പുതിയ കാര്യം എന്ന് പറഞ്ഞാൽ അതുള്ളൂ. പുതിയ കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത് എന്നുള്ളതാണ് പുതിയ കാര്യമുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലായോ? ശരി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 7. Find the area of the smaller part of the circle x² + y² = a². Find the area of the smaller part of the circle x² + y² = a², cut off by the line x = a/√2. Question number 7. 7 തന്നിരിക്കുന്നത് സർക്കിൾ x² + y² = a². Circle with the center at the origin and radius equal to a. Cut off by the line x = a/√2. a/√2 അതിനെ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഉണ്ടാകുന്ന സ്മോളർ പാർട്ടിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഫിഗർ വരയ്ക്കണം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ്. സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ദി ഒറിജിൻ ആൻഡ് റേഡിയസ് ഈക്വൽ ടു a ആണ്. സർക്കിൾ വരയ്ക്കാം. സെന്റർ അറ്റ് ദി ഒറിജിൻ ആൻഡ് റേഡിയസ് ഈക്വൽ ടു a.
സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ദി ഒറിജിൻ ആൻഡ് റേഡിയസ് ഈക്വൽ ടു എ. ഈ പോയിന്റ് ഒന്ന് പറഞ്ഞു തന്നെ. എക്സ് ആക്സിസിനെ സർക്കിൾ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്തായിരിക്കും? എന്തായിരിക്കും ഇസാനെ എക്സ് ആക്സിസിനെ സർക്കിൾ കട്ട് ചെയ്യുന്ന പോയിന്റ്? സർ വൈ ആണ്. എടാ ആ പോയിന്റ് ഏതാ? പോയിന്റിന്റെ കോർഡിനേറ്റ്സ്. പോയിന്റിന്റെ y 0 y. y 0 ആണ്. എക്സ് എത്രയാ? x a/√2. അല്ല, എടാ സർക്കിൾ അല്ലേ ഞാൻ വരച്ചേക്കണത്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നാണ് സർക്കിളിന്റെ ഇക്വേഷൻ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. സർ a/√2 0. a/√2 0 അല്ല. നിനക്ക് എവിടെ നിന്ന് a/√2 കിട്ടിയേ? x = എടാ ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയാ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നതാണ് ആ സർക്കിളിനെ പറ്റി നിനക്ക് എന്തൊക്കെ മനസ്സിലാവും? സർക്കിളിന് രണ്ട് കാര്യമുള്ളൂ, സെന്ററും റേഡിയസും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. സെന്റർ എവിടെയാണ്? സെന്റർ a. സെന്റർ a. മൊത്തം പ്രശ്നം ദിവസാനെ മൊത്തം പ്രശ്നമാണ്. അഫ്സറെ സാർ സർക്കിളിന്റെ സെന്റർ എത്രയാണ്? റേഡിയസ് എത്രയാണ്? റേഡിയസ് a സ്ക്വയർ. റേഡിയസ് a സ്ക്വയർ. a സ്ക്വയർ. നീ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കടാ. a സ്ക്വയർ. എ സ്ക്വയർ ആണ് റേഡിയസ്. സെന്ററോ? a സ്ക്വയർ പ്ലസ് y സ്ക്വയർ. സെന്റർ എന്താണ് അഫ്സർ ഇത്? സർക്കിളിന്റെ സെന്റർ എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണ്? റേഡിയസ് എത്രയാണ്? ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടാ തുടങ്ങിയത് കേട്ടോ. ഇതൊക്കെയും വരും എന്നുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞത്. അതിനെപ്പറ്റി ഒന്നും യാതൊരു ഓർമ്മയില്ലല്ലോ. 0 to 0. 0 0 0 0 കേട്ടോ. 0 0 സെന്റർ. റേഡിയസ് എത്രയാ? a സ്ക്വയർ 0. എ സ്ക്വയർ അല്ലടാ, എ സ്ക്വയർ അല്ല, എ ആണ് റേഡിയസ്. എ ആണ് റേഡിയസ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആണെങ്കിൽ റേഡിയസ് എ ആണ്. സെന്റർ അറ്റ് ദി ഒറിജിൻ. അതുകൊണ്ടാണ് ഒറിജിൻ വരത്തക്ക രീതിയിൽ വരച്ചേക്കണത്. സെന്റർ ഒറിജിനിലായിട്ടാണ് വരച്ചേക്കണത്. സെന്റർ ഒറിജിൻ റേഡിയസ് എ ആണ്. റേഡിയസ് എ ആണെങ്കിൽ ഈ പോയിന്റ് എന്താണെന്നാണ് എന്റെ ചോദ്യം. എക്സ് ആക്സിസിൽ ടച്ച് ചെയ്തിരിക്കുന്ന ഈ പോയിന്റ് എത്രയാണ്? എക്സ് ആക്സിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എത്രയാണ്? എന്താ നസ്ന? a0. a0. ഇത് a0 ആണ്. ദെൻ y ആക്സിസിൽ ടച്ച് ചെയ്തിരിക്കുന്ന ഈ പോയിന്റോ? 0a. 0a. തൽക്കാലം അവിടെ നിൽക്കട്ടെ. a0 0a. ദെൻ നമ്മൾ സർക്കിൾ വരച്ചു. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് x ഈക്വൽ ടു a/√2 എന്നൊരു ലൈൻ വരയ്ക്കാനുണ്ട്. x ഈക്വൽ ടു a/√2. അത് ഇതിലൂടെ വരയ്ക്കണം. x ഈക്വൽ ടു a/√2. a/√2 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ a-നേക്കാൾ കൂടുതലാണോ കുറവാണോ? a/√2. a-നെ 1 √2 എന്ന് പറഞ്ഞാൽ ഏകദേശം 1.4 വരുമല്ലോ. 1-നേക്കാൾ വലിയൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അത് a-നേക്കാൾ കൂടുതലായിരിക്കും a-നേക്കാൾ കുറവായിരിക്കും a/√2യുടെ വാല്യൂ? അത് അറിഞ്ഞിട്ടുണ്ടോ നമുക്ക് വരയ്ക്കാൻ? a-നേക്കാൾ കൂടുതലാണെങ്കിൽ ഈ a എക്സ് ആക്സിസിൽ a നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. a-നേക്കാൾ കൂടുതലാണെങ്കിൽ a കഴിഞ്ഞിട്ട് വരയ്ക്കണം. a-നേക്കാൾ കുറവാണെങ്കിൽ a-ക്ക് മുമ്പായിട്ട് വരയ്ക്കണം. x ഈക്വൽ ടു a/√2 a-നേക്കാൾ കൂടുതലാണോ a-നേക്കാൾ കുറവാണോ? കുറവായിരിക്കില്ലേ? കുറവായിരിക്കും അല്ലെ? ഒരു വലിയ നമ്പർ കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യണത്. വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ a/√2 a-നേക്കാൾ കുറവായിരിക്കും. a/√2 a-നേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് a/√2ന്റെ വാല്യൂ a-നേക്കാൾ താഴെ വരുന്നുണ്ട്. നമ്മൾ ഈ ലൈൻ അകത്ത് വരയ്ക്കും കേട്ടോ. ഇവിടെ വരും x ഈക്വൽ ടു a/√2. ഇതാണ് x ഈക്വൽ ടു a/√2 എന്ന ലൈൻ. x ഈക്വൽ ടു a/√2. y ആക്സിസ് x ഈക്വൽ ടു 0. ഇവിടെ ഒരു ലൈൻ വരച്ചാലോ പിള്ളേരെ? ഈ ലൈൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും?
x equal to എന്താ ഇഷ ഈ പുതിയ ലൈൻ്റെ ഇക്വേഷൻ? അത് y ആക്സിന് പാരലൽ സോ കോൺസ്റ്റന്റ് ആയിരിക്കില്ലേ? അതെ അതെ. x equal to y ഇതിലൂടെ വരച്ചേക്കണം നോക്ക. സർക്കിൾ ടച്ച് ചെയ്ത് അപ്പൊ x equal to a, x equal to a ട്ടോ. ശരി, അപ്പൊ നമ്മൾ സർക്കിൾ വരച്ചു x equal to a by root വരച്ചു. ഇനി നമുക്ക് എന്നാ കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി സ്മോളർ പാർട്ട് ഓഫ് ദി സർക്കിൾ. ഏരിയ ഓഫ് ദി സ്മോളർ പാർട്ട് ഓഫ് ദി സർക്കിൾ. ഏത് ഷെയ്ഡ് ചെയ്യണം? ഏത് ഏരിയ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? സർക്കിളും വരച്ചു, ലൈനും വരച്ചു. അത് തമ്മിൽ കട്ട് ചെയ്തുണ്ടാകുന്ന ചെറിയ പാർട്ടിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സർക്കിളിനെ ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പാർട്ടിന്റെ ഏരിയ കണ്ടുപിടിക്കണം. എവിടെ ഷെയ്ഡ് ചെയ്യണം? എവിടെയാ ദാസറേ? എക്സ് ഈക്വൽ ടു എ ബൈ റൂട്ടോടെയും എക്സ് ഈക്വൽ ടു എന്റെ ഇടയിലുള്ള ചെറിയ സെമി സർക്കിൾ പോലത്തെ. സെമി സർക്കിൾ പോലത്തെ. താഴത്തേക്ക് ഷെയ്ഡ് ചെയ്യണോ? താഴത്തേക്കുണ്ടോ? അത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ആക്സിസ് രണ്ട് നോക്കാറുണ്ട്. ശരിക്കും താഴത്തേക്ക് ഉണ്ട് കേട്ടോ. താഴത്തേക്കും ഇല്ലേ റീജിയൻ? സ്മോളർ പാർട്ട് എന്ന് പറയുമ്പോ താഴത്തേക്കില്ലടാ. സ്മോളർ പാർട്ട് എന്ന് പറയുമ്പോ താഴത്തേക്ക് ഉണ്ട്. വേണമെങ്കിൽ താഴത്തേക്ക് ഷെയ്ഡ് ചെയ്ത് വെക്കാട്ടോ. എന്നിട്ട് 2 ഇൻറ്റു മോളത്തെ മാത്രം കണ്ടാൽ മതി. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതേ, വേണമെങ്കിൽ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് വെക്കുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ആദ്യം 2 ഇൻറ്റു ഏരിയ ഓഫ് ദ ഷെയ്ഡ് മതി. ശരിക്കും ഉദ്ദേശിക്കുന്നത് ഇത്ര ഭാഗമാണ്. ഇത്രയും ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സർക്കിളിനെ സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പാർട്ടിന്റെ ഏരിയ. സർക്കിളിനെ സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പാർട്ടിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ എബവ് ദി എക്സ് ആക്സിസ്. നമുക്ക് എക്സ് ആക്സിസ് ആയിട്ട് ബേസ് ചെയ്തുകൊണ്ടാണ് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏരിയ ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ എബവ് ദി എക്സ് ആക്സിസ്. ഏരിയ ഈക്വൽ ടു 2 ഇൻറ്റു സിമെട്രിക് ആയിരിക്കും കേട്ടോ. സിമെട്രിക് ആയിട്ടേ വരുള്ളൂ. ഏരിയ ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ എബവ് ദി എക്സ് ആക്സിസ്. ഇനി ആ ഏരിയ എബവ് ദി എക്സ് ആക്സിസ് കിട്ടണം. ഏരിയ എബവ് ദി എക്സ് ആക്സിസ് കൃത്യമായിട്ട് കിട്ടണം. ഐഷാഹന, this is equal to 2 into integral a to b y dx. ശരി, അടുത്തതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. 2 ഇൻറ്റു ഇന്റഗ്രൽ എക്സ് എവിടെ മുതൽ എവിടം വരെ? a by root 2 to a. a by root 2 മുതൽ a വരെ. ശരി, a by root 2 മുതൽ a വരെ. y equal to ഈ y എവിടെ നിന്ന് കണ്ടുപിടിക്കും? y എവിടെ നിന്ന് കണ്ടുപിടിക്കണേ? സർക്കിളിന്റെ ഇക്വേഷൻ. നമ്മൾ എക്സ് ആക്സിൽ ഒന്ന് ശ്രദ്ധിക്കട്ടെ പിള്ളേരെ. ഈ എക്സ് ആക്സിസിൽ നിന്ന് ഐഷ മ്യൂട്ട് ചെയ്തേ. ഈ എക്സ് ആക്സിസിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് വരയ്ക്കുവാണേ. എക്സ് ആക്സിസിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ലൈൻസ് വരച്ചാൽ എവിടെ ചെന്ന് മുട്ടു നോക്കുക ഉണ്ടോ? എക്സ് ആക്സിസിൽ നിന്ന് എവിടെ ലൈൻ വരച്ചാലും ഈ സർക്കിളിലല്ലേ വന്ന് മുട്ടുള്ളൂ. എക്സ് ആക്സിസിൽ നിന്ന് എങ്ങനെ ലൈൻ വരച്ചാലും ആ സർക്കിളിലാണ് മുട്ടുള്ളൂ കേട്ടോ. അപ്പൊ സർക്കിളിന്റെ ഇക്വേഷനിലാണ് y കണ്ടുപിടിക്കേണ്ടത്. കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് കുറച്ച് ഭാഗത്ത് സ്ട്രെയിറ്റ് ലൈനും കുറച്ച് ഭാഗത്ത് സർക്കിളുമായിരുന്നു. ഇവിടെ പ്രശ്നമില്ല, എല്ലായിടത്തും സർക്കിളാണ്. അപ്പൊ സർക്കിളിന്റെ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. പറഞ്ഞോ ഐഷ. y equal to root a square minus x square. y equal to root a square minus x square dx. സർക്കിളിന്റെ ഇക്വേഷൻ y square equal to a square minus x square y equal to root of a square minus x square. ഇന്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക. This is equal to 2 into root of a square minus x square. എന്താ നെസ്റിനെ ഫോർമുല? നസ്റിൻ
x by 2 x by 2 root of a square minus x square plus a square by 2 sin inverse x by a by root 2 to a by root 2 മുതൽ a വരെയാണ്. അപ്പർ ലിമിറ്റ് കൊടുക്കാം. 2 into 2 കോമൺ ആണ് കേട്ടോ, രണ്ടുപേർക്കുണ്ട്. അപ്പർ ലിമിറ്റിനകത്ത് എക്സിന് പകരം a കൊടുക്കുമ്പോൾ a by 2 root of a square minus a square 0 ആയി പോകും. പ്ലസ് a square by 2 sin inverse a by a 1 വരും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞു തന്നെ അഭിരാമി. a by root 2 the whole square by 2. അത് എത്ര വരും? a by root 2 ന്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ a സ്ക്വയർ a square. സാറേ ഏതാ ചോദിച്ചേ? ഞാൻ സോറി എനിക്ക് മാറിപ്പോയി കേട്ടോ, എനിക്ക് മാറിപ്പോയി. അഭിരാമി പറഞ്ഞോ, ഒന്നും പറഞ്ഞേ, എനിക്ക് മാറിപ്പോയി. പറഞ്ഞോ. a by root 2 by 2. ശരി ഓക്കെ. ഞാൻ രണ്ടാമത്തേലാ കൊടുത്തത്. a by root 2 by 2 എന്ന് പറഞ്ഞാൽ a by 2 root 2 എന്ന് എഴുതാൻ പാടില്ലേ? a by 2 root 2 into root of a square minus a by root 2. a square minus a by root 2. a by root 2 എന്നുള്ളോ? അല്ല, a by root 2 the whole square. a by root 2 ന്റെ സ്ക്വയർ, അതായത് a square by 2 വരില്ലേ? a square by 2 പ്ലസ് a by root 2 അല്ല a square by 2 sin inverse a by root 2 the whole a square by 2 തീർന്നില്ലല്ലോ. അത്രയല്ലേ ഉള്ളൂ? അല്ലല്ലോ, ഒരു ബൈ 2 കൂടെ ഇല്ലേ അഭിരാമി? a square by 2. ഓ സോറി. ശരി. ഓക്കെ. a square by 2. ഓക്കെ കറക്റ്റ്. a square by 2 sin inverse a by root 2 by a. a by root 2 by a. ഓക്കെ. a by root 2 by a. a by root 2 by a. ഓക്കെ. a square by 2 sin inverse a by root 2 by a. ഓക്കെ. this is equal to 2 കോമൺ ആയിട്ട് പുറത്ത് എടുക്കട്ടെ. a square by 2 into sin inverse 1 pi by 2 ആണ്. a square by 2 pi by 2 minus a by root 2 a by 2 root 2 into root of a square minus a square by 2 a square by 2 minus a square by 2 sin inverse a by root 2 by a. a വെട്ടിപ്പൊക്കോളല്ലേ? a by root 2 divided by 1 by a. by a ആണ്. by root 2. വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞേരെ കേട്ടോ. വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞേരെ. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് ഇതിനകത്ത് ബുദ്ധിമുട്ട്. തന്നെ ചെയ്ത് നോക്കുക. ഏതെങ്കിലും സ്റ്റെപ്പുകൾ വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞോളുക, നമുക്ക് നോക്കാം ആരുടെയാണ് തെറ്റെന്ന് നോക്കാം. 2 into pi a square by 4. ഇവിടെ a by 2 root 2 a by root 2 വരും. എഴുതാം a by 2 root 2 into a by root 2 minus a square by 2 into pi by 4. 2 into
pi a square by 4 minus a square by 4 minus pi a square by 8. Pi a square by 4 minus a square by 4 minus pi a square by 8. Pi a square by 4 pi a square by 8 സബ്ട്രാക്ട് ചെയ്യാം ഫസ്റ്റും ലാസ്റ്റും. അല്ലെങ്കിൽ വേണമെങ്കിൽ എല്ലാത്തിനകത്തും എ സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തേക്ക് മാറ്റാം. വേണമെങ്കിലേ ഇച്ചിരി എളുപ്പം കിട്ടും. എസ് 2 ഇൻറ്റു കോമൺ ആയിട്ട് എന്ത് പുറത്തേക്ക് വരാൻ നോക്കിയാൽ എ സ്ക്വയർ ബൈ 4 എല്ലാത്തിനും ഇല്ലേ. എ സ്ക്വയർ ബൈ 4 ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് മാറ്റി കേട്ടോ. എ സ്ക്വയർ ബൈ 4 കോമൺ ആയിട്ട് പുറത്തേക്ക് മാറ്റി. ബാക്കി ഇവിടെ പൈ ഉണ്ട്, -1 ഉണ്ട്, പൈ -1. ഇവിടെ മൈനസ് എ സ്ക്വയർ ബൈ 4 ആയിട്ട് പൈ ബൈ 2 ഉണ്ട്. 2ഉം വിട്ടുകഴിഞ്ഞാൽ എ സ്ക്വയർ ബൈ 2. എ സ്ക്വയർ ബൈ 2 ഇൻറ്റു പൈ മൈനസ് പൈ ബൈ 2 ഫസ്റ്റ് ലാസ്റ്റ് കേട്ടോ. പൈ മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 -1. എ സ്ക്വയർ ബൈ 2 ഇൻറ്റു പൈ ബൈ 2 -1 സ്ക്വയർ യൂണിറ്റ് എന്ന് വരും. ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചിട്ടുള്ളവരെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. കാൽക്കുലേഷൻ സൂക്ഷിച്ച് ചെയ്യണം. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ സൂക്ഷിച്ച് ചെയ്യണം. കഴിഞ്ഞോ? ആൻസർ കിട്ടിയോ റൂബി? ഇല്ല സർ. എവിടം വരെ എത്തി? ലാസ്റ്റ് സ്റ്റെപ്പിൽ. ശരി. ഇതിൽ ചോദിക്കാനുണ്ടോ? കഴിഞ്ഞെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 8. Question number 8. The area between x equal to y square and x equal to 4 is divided into 2 equal parts by the line x equal to a. Find the value of a. Find the value of a. കഴിഞ്ഞില്ല എല്ലാവരും? ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? ഇതിലേക്ക് വാം. ശരി, ഓക്കെ. Question number 8. The area between x equal to y square and x equal to 4 is divided into 2 equal parts by the line x equal to a. Figure വരയ്ക്കാം. x axis y axis. x equal to y square എങ്ങനെ വരയ്ക്കും? x equal to y square സാമൂലെ എങ്ങനെ വരും? സാമൂലെ x equal to y squareന്റെ ഷേപ്പ് അതെന്താ? അത് എക്സ് ആക്സിസ് ആയിട്ട് വന്ന ആയിട്ട് തന്നെ എന്നതാ പറഞ്ഞില്ല. എന്തോ ആയിട്ട് വന്നു പറയില്ലായിരുന്നു. കേർവിന്റെ പേരെന്നാന്ന്? പേര് പറഞ്ഞു. എന്റെ പേര് പറയായിരുന്നു. എലിപ്സ് ആണോ? അല്ല, എലിപ്സ് അല്ല. ഹൈപ്പർബോള? ഹൈപ്പർബോള എന്നാണോടാ? അല്ല. അല്ല. പരാബോള?
അല്ല എന്താണ് അതൊക്കെ ജലദേവതയുടെ അവസ്ഥയായി, കോടാലി എടുത്തോണ്ട് തന്നെ രക്ഷയില്ല. y square equal to 4ax പരാബോള ആണ് കേട്ടോ. y square equal to 4ax പരാബോള സിമെട്രിക് ടു പോസിറ്റീവ് x axis. പരാബോള സിമെട്രിക് ടു പോസിറ്റീവ് x axis. പരാബോള സിമെട്രിക് ടു പോസിറ്റീവ് x axis. ഇനി ലൈൻ x equal to 4 തന്നിട്ടുണ്ട്. ഈ പരാബോളയ്ക്കും x equal to y square എന്ന പരാബോള, ഈ പരാബോളയ്ക്കും x equal to 4 equation of the straight line parallel to y axis x equal to 4 ലൂടെ x equal to 4 ഇതാണ് കേട്ടോ. x equal to 4 വരച്ചു. y axis എന്ന് പറഞ്ഞാൽ x equal to 0 ആണ്. y axis x equal to 0, x equal to 4. ഈ പരാബോളയ്ക്കും x equal to 4നും ഇടയ്ക്കുള്ള ഏരിയ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. പരാബോളയ്ക്കും x equal to 4നും ഇടയ്ക്കുള്ള ഏരിയനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു ബൈ ദ ലൈൻ x equal to a. x equal to a എന്ന ഒരു ലൈൻ ഇവിടെ വരയ്ക്കുവാണ് കേട്ടോ. x equal to a, ഇതാണ് x equal to a എന്ന ലൈൻ. x equal to a. ഈ പരാബോളയ്ക്കും x equal to 4നും, അതായത് പരാബോളയ്ക്കും x equal to 4നും ഇടയ്ക്കുള്ള ഏരിയനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു x equal to a എന്ന ലൈൻ വരച്ചുകൊണ്ട്. x equal to a എന്ന ലൈൻ ഞാൻ ഷെയ്ഡ് ചെയ്തേക്കാം അവിടെ. അതായത് ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ, ഈ രണ്ട് ഏരിയാസും, അതായത് ആ ബ്ലാക്ക് ലൈനും റെഡ് ലൈനും കേട്ടോ, ഈ 2 ഏരിയാസും സെയിം ആയിരിക്കുമെന്നാണ്. ക്വസ്റ്റിന്റെ മീനിങ് മനസ്സിലായോ? ഈ റെഡ് ലൈനിൽ വരച്ചിരിക്കുന്ന ഏരിയയും ബ്ലാക്ക് ലൈനായിട്ട് വരച്ചിരിക്കുന്ന ഏരിയയും, ആ 2 ഏരിയയും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എന്തെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റിന്റെ മീനിങ് മനസ്സിലായോ? പരാബോളയ്ക്കും x equal to 4നും ഇടയ്ക്കുള്ള മൊത്തം ഭാഗത്തിനെ x equal to a എന്ന ഒരു ലൈൻ വരച്ച് 2 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുന്നു. ഈക്വൽ പാർട്സ് ഉദ്ദേശിക്കുന്ന ഏരിയയുടെ കാര്യത്തിലാണ് കേട്ടോ. ഏരിയയുടെ കാര്യത്തിൽ 2 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുന്നു. അതായത് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ആ റെഡ് ലൈൻ കൊണ്ട് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെയും ബ്ലാക്ക് ലൈൻ കൊണ്ട് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെയും ഏരിയ തുല്യമാണെന്ന്. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മീനിങ് ഓക്കെ ആണോ? ശരി. എങ്ങനെ കണ്ടുപിടിക്കാം പറഞ്ഞു തന്നെ. സ്പീഡിലാവണം കേട്ടോ കാര്യങ്ങള്. ഇത്തിരി വൈകിയ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ 2 ഏരിയയും ഈക്വൽ ആണ്. അതായത് ആ റെഡ് ലൈൻ ഗിവൺ, ഞാൻ ഫോർമുല ഡയറക്റ്റ് കൊടുക്കട്ടെ പിള്ളേരെ. ഗിവൺ ആ റെഡ് ലൈൻ കൊണ്ട് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയ ഒന്ന് പറഞ്ഞു തന്നെ. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ആ റെഡ് ലൈൻ കൊണ്ട് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അഫിമോളെ. ഏരിയ ഈക്വൽ ടു ഇന്റഗ്രൽ. ഇന്റഗ്രൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഈ റെഡ് ലൈൻ കൊണ്ട് മുഴുവൻ ചെയ്തിരിക്കുന്ന ഏരിയ എത്രയാണെന്ന്. 0 to a ആണോ? 0 to x equal to 0 മുതൽ x equal to a വരെ. ശരി, x equal to 0 to a root x dx. റൂട്ട് വൈയുടെ വാല്യൂ റൂട്ട് എക്സ് dx. റെഡിന്റെ അത്രയല്ലേ ഉള്ളൂ. into 2. ഇപ്പോഴാണ് ശരിയായത് കേട്ടോ. 2 into ഇത്രയുമാണ് റെഡിന്റെ ഏരിയ. നമുക്ക് ആക്സിസിന്റെ മുകളിലേക്കല്ലേ കാണാൻ അറിയാമുള്ളൂ. ഒന്നുകിൽ ആക്സിസിന്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ആക്സിസിന്റെ താഴത്തേക്ക്. ആക്സിസിനെ ഒരു ബൗണ്ടറി ആക്കിക്കൊണ്ടാണ് ഈ ഏരിയ പറയുന്നത്. അപ്പോൾ ഇവിടെ മുകളിലേക്കും ഉണ്ട് താഴത്തേക്കും ഉണ്ട്. അപ്പോൾ 2 ടൈംസ് എബോവ് ദി ആക്സിസ് എടുക്കും കേട്ടോ. 2 ടൈംസ് എബോവ് ദി ആക്സിസ് ആണ്. ഞാൻ പ്രത്യേകം പറയുന്നു ഒന്നുകൂടി,
ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളുടെ ബുക്കിന്റെ സൈഡിൽ കൂടെ കുറിച്ച് വെച്ചോളാം കേട്ടോ. എല്ലാം നമുക്ക് എഴുതി തരാൻ പറ്റില്ല. പിന്നീട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ട കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തോളണം. അല്ലെങ്കിൽ ഇതൊക്കെ പിന്നീട് നോക്കുമ്പോൾ ആകപ്പാടെ കൺഫ്യൂഷൻ ആവും. വേണ്ട കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് വെച്ചോളണം. ഇവിടെ നമുക്ക് ആക്സിസിന്റെ മുകളിലേക്കും താഴത്തേക്കും ഏരിയ ഉണ്ട്. രണ്ടും സിമെട്രിക് ആണ്. അതുകൊണ്ട് 2 ടൈംസ് മുകളിലേക്കുള്ള ഏരിയ കണ്ടാൽ മതി. 2 ഇൻറ്റു ആ റെഡ് ലൈൻ കൊണ്ട് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം കിട്ടാൻ വേണ്ടി x=0 മുതൽ x=a വരെയാണ്. അവിടെ x ആക്സിസ് ആണ് ഒരു ബൗണ്ടറി ആയിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് y-യുടെ വാല്യൂ കണ്ടുപിടിക്കും. y=√x dx. ദിസ് ഈസ് ഈക്വൽ ടു, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ റെഡ് ഭാഗവും ബ്ലാക്ക് ലൈൻസും രണ്ടും ഈക്വൽ ആണ്. ഏരിയ രണ്ടും ഈക്വൽ ആണെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഈക്വൽ ആയതുകൊണ്ട് ആ ബ്ലാക്ക് ലൈൻ കൊണ്ട് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ ഏരിയ ഒന്ന് പറഞ്ഞേ ഐഷ സലീമേ. സർ ഇന്റഗ്രൽ a to 4. ഇന്റഗ്രൽ x=a മുതൽ x=4 വരെ. ശരി, x=a to 4. പിന്നെ അവിടുത്തെ y എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്നല്ലേ കണ്ടുപിടിക്കണ്ടേ? അല്ല, ഇവിടുത്തെ y എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ആക്സിസ് അല്ലേ നമ്മൾ എടുത്തേക്കണത്. ഈ എക്സ് ആക്സിസിന്റെ മുകളിലേക്ക് വരച്ചു നോക്ക്. എവിടെയാവുന്ന മുട്ടണേ നോക്കാം. ഈ എക്സ് ആക്സിസിനെ ഈ പരാബോള തന്നെയല്ലേ വന്ന് മുട്ടണത്. റൂട്ട് എക്സിനെ റെഡിൽ വരച്ചാലും അതിനെ റെഡിൽ വരച്ചാലും മുകളിലേക്ക് വരച്ചാൽ പരാബോളയിലാണ് വന്ന് മുട്ടണം. നമ്മൾ എക്സ് ആക്സിസിന് ബേസ് ചെയ്താണ് എടുത്തേക്കണത്. അപ്പൊ റെഡിൽ വരച്ചാലും പരാബോളയാണ്, ബ്ലാക്കിൽ വരച്ചാലും പരാബോളയാണ്. അപ്പൊ പരാബോള തന്നെ വരും. എന്ത് വരും? റൂട്ട് എക്സ് ഡിഎക്സ്. റൂട്ട് എക്സ് ഡിഎക്സ് ശരിയായിട്ടില്ല. ഒരു ചെറിയ കാര്യം ഇവിടെ ഉണ്ട്. ഇപ്പൊ എക്സ് ആക്സിസിന് മുകളിൽ *2 എക്സ് ആക്സിസിന് മുകളിലേക്കുള്ള ഏരിയ ആണ് കിട്ടിയേക്കുന്നത്. *2 കൊടുത്തപ്പോൾ എക്സ് ആക്സിസിന്റെ താഴത്തേക്കുള്ളതും കിട്ടി കേട്ടോ. *2. ഇനി ആ രണ്ടിടത്തും 2 അങ്ങ് കളഞ്ഞേരെ. രണ്ടിടത്തും 2 ക്യാൻസൽ ചെയ്ത് പൊക്കോളൂല്ലേ? സർ ഒറിജിനൽ ഈ പരാബോള ഒറിജിൻ തൊട്ട് x=4 വരെയല്ലേ? അപ്പൊ അതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കണെന്ന് പറയുമ്പോ x=2 ആണെന്ന് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും. അത് വ്യത്യാസം ഉണ്ടാവുമോ? ചെറുതായിട്ട് വ്യത്യാസമുണ്ട്. പരാബോളയുടെ ഏരിയ എന്ന് പറഞ്ഞാണ്ടല്ലോ. അപ്പൊ പരാബോളയുടെ x=2 എന്ന് പറയുമ്പോ നേരെ പകുതിയല്ലേ മോളെ? അത് അന്നേരം ശരിയല്ല. പരാബോള ഇങ്ങനെ വലുതായി പോവല്ലേ? പരാബോള വലുതായി പോവല്ലേ പോകുന്തോറും. അപ്പൊ ഒരിക്കലും 2 ആയിരിക്കില്ല, 2-നേക്കാൾ കൂടുതലായിരിക്കും. ഈ ഒറിജിന്റെ അങ്ങോട്ട് വരുമ്പോ ഇങ്ങനെ കൂമ്പി വരുമല്ലേ, കുറഞ്ഞു വരുമല്ലേ ഏരിയ. അപ്പൊ നേർ പകുതി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമായിരിക്കും. അതുകൊണ്ട് x=2 ഒരിക്കലും ആവില്ല കേട്ടോ. ഇനി 2 രണ്ടിടത്തും കളഞ്ഞേക്കാം. എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ x=0 to a √x dx equal to integral a to 4 √x dx. ഈ ഇന്റഗ്രൽ √x ഒന്നും കട്ട് ചെയ്യരുത് കേട്ടോ. എന്ത് വരും അന്ന? ഇന്റഗ്രൽ ഓഫ് √x √x എന്ന് പറഞ്ഞാൽ x raised to half. x raised to half plus x raised to 3/2 0 to a. x raised to 3/2 അത്ര അല്ലല്ലോ അന്ന ഉള്ളൂ. x raised to half ന്റെ x raised to 3/2 ഞാൻ സമ്മതിച്ചു. അത്ര ആണോ ഉള്ളൂ? അല്ല, equal to അല്ല മോളെ, ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു ഹാഫ് എത്രയാണ്? ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു ഹാഫ് minus the എക്സ് റേസ് ടു ഹാഫിന്റെ ഇന്റഗ്രൽ എക്സ് റേസ് ടു എന്നിന്റെ ഇന്റഗ്രൽ എന്നാ? ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ എന്തോരും ഷെറിന് ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ? x raised to n plus 1 by n plus 1. അപ്പൊ എക്സ് റേസ് ടു ഹാഫിന്റെ എന്നാ? x raised to 3/2 by 3/2. എക്സ് റേസ് ടു 3/2 by 3/2. ആ by 3/2 നെ into 2/3 എന്നാക്കിട്ടോ. into 2/3 ലിമിറ്റ് 0 to a. റൈറ്റ് സൈഡിൽ അത് തന്നെ എക്സ് റേസ് ടു 3/2 റൂട്ട് എക്സ് ആൻഡ് എക്സ് റേസ് ടു 3/2 by 3/2 into 2/3 a മുതൽ 4 വരെ.
ഈ 2/3 രണ്ടിടത്തേയും കട്ടായി പോകും. രണ്ടിടത്തും 2/3 കട്ടായി പോയിക്കോളും. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ a raised to 3/2 മൈനസ് 0 raised to 3/2 0. റൈറ്റ് സൈഡിലാണെങ്കിൽ 4 raised to 3/2 മൈനസ് a raised to 3/2. ഈ മൈനസ് a raised to 3/2 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ 2 times a raised to 3/2 ആവും കേട്ടോ. 2 times a raised to 3/2 ഈക്വൽ ടു മൈനസ് a raised to 3/2 ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 2 times a raised to 3/2 എന്ത് വരും? 4 raised to 3/2. അത് നമ്മൾ കണ്ടുപിടിച്ച അടുത്ത സാധനമായിട്ട് ഇനി തൊട്ട് ഒറ്റയടിക്ക് പറഞ്ഞു 4 raised to 3/2 എത്രയാന്ന് വെച്ചാൽ എത്രയാ ഫാത്തിമ സനം? 4 raised to 3/2 8. 8. 4 raised to 3/2 ഈക്വൽ ടു 8. ഇപ്പോൾ 2 കൊണ്ട് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ a raised to 3/2 a raised to 3/2 ഈക്വൽ ടു 4. a raised to 3/2 ഈക്വൽ ടു 4. a ഈക്വൽ ടു നമുക്ക് a ആണ് കണ്ടുപിടിക്കേണ്ടത്. a കിട്ടാൻ എന്ത് ചെയ്യണം? a raised to 3/2 4 ആണെങ്കിൽ a കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം സ്വപ്ന? 3/2 3/2 കളയണം. പോരെ? എയുടെ ഫോർവേഡിലെ 3/2 കളഞ്ഞാ പോരെ? എങ്ങനെ കളയാം 3/2? 3/2 1 into അല്ല half into 3 നേടാൻ പാടില്ല. ഹാഫ് ഇൻറ്റു 3 അല്ല 3/2 കളയാൻ വേണ്ടി raised to 2/3 എടുക്കണം കേട്ടോ. raised to 2/3 a raised to 3/2 അല്ലേ? a raised to 3/2 അത് കളയാൻ വേണ്ടിട്ട് raised to 2/3 കണ്ടാൽ മതി രണ്ട് സൈഡിലും. a raised to a raised to 3/2 raised to 2/3 that is equal to 4 raised to 2/3. 3/2 കളയണമെങ്കിൽ 3/2 പോകണമെങ്കിൽ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3/2 പോകാൻ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. a raised to m the whole raised to എന്ന് പറഞ്ഞാൽ a raised to m into n അല്ലേ? a raised to m the whole raised to n എന്ന് പറഞ്ഞാൽ a raised to m into n ആണ്. 3 3 2 2 വെട്ടിപ്പെട്ടിവിടെ ഏത് വരും? a equal to 4 raised to 2/3 അത് മതി. a equal to 4 raised to 2/3 a equal to 4 raised to 2/3 ആണ് ആൻസർ. അനഘ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആ a raised to 3/2 equal to 4 എന്ന് കിട്ടിയില്ലേ? അതിനെ a into root a equal to 4 എന്ന് എഴുതിക്കൂടെ? a into root a into root a ഓക്കെ എഴുതാം. അപ്പൊ a equal to 4 by root a എന്ന് എഴുതാൻ പറ്റില്ലേ? അങ്ങനെ എഴുതാൻ പറ്റില്ല. a equal to a യുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് a തന്നെ വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഇങ്ങനെ എഴുതല്ലേ? അങ്ങനെ നമ്മള് a equal to 4 by root a എന്ന് കൊടുക്കാൻ പറ്റില്ല. a equal to എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുമ്പോഴേ അപ്പുറം a വരാൻ പാടില്ല. ക്വസ്റ്റ്യൻ നമ്പർ 9. ക്വസ്റ്റ്യൻ നമ്പർ 9 ശരിക്കും അതൊരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് പറ്റി വന്നേക്കണേ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 9ഉം 10ഉം ശരിക്കും വരേണ്ടത് അടുത്ത എക്സസൈസിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9ഉം 10ഉം ഒറ്റ സെക്കൻഡ് ഉള്ള അടുത്ത എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആണത്.
അത് അടുത്ത പഠിച്ചു കഴിഞ്ഞാലാണ് കുറച്ചുകൂടെ ചെയ്യാൻ പറ്റും കേട്ടോ. ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല, ചെയ്യാൻ പറ്റും. എന്നാ ചെയ്യണ്ടേ? നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്യും. അടുത്ത എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളൂ. അടുത്ത എക്സസൈസിലാണ് അത് വരുന്നത്. ഏത് ഏരിയ ബിറ്റ്വീൻ സിമ്പിൾ കർവ് ആണ്. അടുത്തത് ഏരിയ ബിറ്റ്വീൻ ടു കർവ്സ് എന്നൊരു കൺസെപ്റ്റ് ആണ്. അടുത്തതിലെ ക്വസ്റ്റ്യൻസ് ആണത്. എന്നാ ചെയ്യേണ്ടത്? ചെയ്ത് നോക്കണോ അതെയോ സ്കിപ്പ് ചെയ്യണോ? നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്യും. ആരാണ് അഭിപ്രായം പറയണത്? അഭിപ്രായം പറയാൻ ധൈര്യമുള്ള ആരാന്ന് നോക്കട്ടെ. സാലിയേക്ക് അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാന്നുണ്ട്. സാർ ചെയ്യാം. ശരി, ആയിക്കോട്ടെ, ചെയ്യാം. ശരിക്കും ഇത് അടുത്ത എക്സസൈസ് ആട്ടോ. അടുത്ത എക്സസൈസിലാണ് നമ്മൾ സാധാരണ പഠിപ്പിക്കുമ്പോൾ ആ 2 ക്വസ്റ്റ്യൻ ഇവിടെ ഒഴിവാക്കും. 2 ക്വസ്റ്റ്യൻ ഒഴിവാക്കിയിട്ട് അടുത്ത എക്സസൈസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെയാണ് ചെയ്യുന്നത്. കുഴപ്പമില്ല, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഒരു സെക്കൻഡ് ഡോക്ടറെ അതിനകത്ത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാട്ടോ. ചെയ്യാന്നുള്ളൊരു മാറ്റമില്ല. നമുക്ക് ഇതങ്ങ് തീർന്നിട്ട് തിരിച്ചു വരാം കേട്ടോ. ഈ എക്സസൈസ് അങ്ങ് തീർത്തിട്ട് അതിലേക്ക് തിരിച്ചു വരാം. ഒരു കാര്യം ചെയ്യും, തൽക്കാലം 11 ചെയ്തു. 11 ചെയ്യാം. 9ഉം 10ഉം തീർത്തിട്ട് തിരിച്ചു വരാം കേട്ടോ. Question number 11. Find the area of the region bounded by the curve. അത് സിമ്പിളാ. Find the area of the region bounded by the curve y square equal to 4x and the line x equal to 3. പെട്ടെന്ന് ഇതേ ക്വസ്റ്റ്യൻ നമ്പർ 11. Find the area of the region bounded by y square equal, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളത്. y square equal to 4x ഉം x equal to 3 ഉം. ഇത് വരയ്ക്കുക. y square equal to 4x. y square equal to 4x. x equal to 3. Straight line parallel to x. x equal to 3. ഇതിന്റെ ഇടയ്ക്കുള്ള ഏരിയ കണ്ടുപിടിക്കാൻ. തന്നെ കേട്ടോ. ആ പരാബോളയ്ക്കും സ്ട്രേറ്റ് ലൈനും ഇടയ്ക്കുള്ള ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഈ പരാബോളയ്ക്കും സ്ട്രേറ്റ് ലൈനും ഇടയ്ക്കുള്ള ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. എന്താ ഫാരിസെ ഫോർമുല? ഫാരിസെ സാറേ, ഈ കർവ് വന്നേക്കണ സ്ഥലമല്ലേ, ആ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഹാഫിന്റെ 2 ഇതാന്ന് എടുക്കാലോ. മുകളിലേക്കുള്ള കണ്ടുപിടിച്ചാൽ മതി. മുകളിലേക്കുള്ള കണ്ടുപിടിക്കുക, എന്നിട്ട് 2 ടൈംസ്. അപ്പൊ ഏരിയ ഈക്വൽ ടു ഏരിയ ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ്. ഏരിയ ഈക്വൽ ടു 2 ടൈംസ് ഏരിയ ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ്. That is 2 into area in the first quadrant. Integral. ഇവിടെ x ആക്സിസ് ആട്ടോ ബൗണ്ടറി. x ആക്സിസ് ആണ് ഒരു ബേസ്. y ആക്സിസിനകത്ത് മുട്ടിയിട്ടില്ല. x ആക്സിസ് ആണ് ബൗണ്ടറി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഏതാ ഫോർമുല? ഏതാ ഫാരിസെ ഫോർമുല? പെട്ടെന്ന് പറ. ഇന്റഗ്രൽ ഇന്റഗ്രൽ 0 to 3. ഇന്റഗ്രൽ 0 to 3. ശരി. y dx. y dx. y എത്രയാ? y നമുക്ക് കണ്ടുപിടിക്കണം. That is 2 times integral 0 to 3. y യോടെയും പറഞ്ഞടാ. y എവിടെ കണ്ടുപിടിക്കണം? ഇത് 2x raised to 1/2 എന്നല്ല, റൂട്ട് 2x raised to 1/2 എന്നുള്ള. 2 root x. 2 root x. ശരി. y square equal to 4x. y equal to 2 root x dx. ശരിയാണ്. y equal to 2 root x dx. കംപ്ലീറ്റ് ചെയ്യാൻ കളയാം. 2 പുറത്തേക്ക് മാറ്റിക്കളയാം. അപ്പോൾ 4 ആയി.
x raised to 1/2 ന്റെ ഇന്റഗ്രൽ x raised to 3/2 into 2/3 ആയി. ലിമിറ്റ് കൊടുക്കുക 0 to 3. 8/3 3 raised to 3/2 minus 0 ആയി പോവും. That is 8/3 into √3 യുടെ ക്യൂബ്. √3 യുടെ ക്യൂബ് എന്ന് പറഞ്ഞാൽ √3 3 പ്രാവശ്യം 3 √3. 3 വെട്ടിപ്പോവും. 8 √3. 8 √3 സ്ക്വയർ യൂണിറ്റ്. കിട്ടിയോ? കിട്ടിയായിരുന്നു കൈവയ്ക്ക്? ഷഹന ആ കിട്ടിയില്ലേ? കൈ കണ്ടില്ലല്ലോ. ശരി ശരി. 12 ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. 12 ചെയ്യുന്നില്ല. 13ലേക്ക് പോകുന്നു. 12 നോക്കിയേ. 12 വളരെ എളുപ്പം കേട്ടോ. മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഏരിയ ലൈങ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ് സർക്കിൾ. സർക്കിളിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഏരിയ ചോദിച്ചേക്കണം കേട്ടോ. ഒന്നും ചെയ്യാനില്ല. സർക്കിളിന്റെ ഇക്വേഷൻ അത് കൊടുത്ത് ചെയ്താൽ മതി. Find the area lying in the first quadrant bounded by the circle x square plus y square equal to 4 and the line x equal to 0, x equal to 2. സർക്കിളിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റ് ഏരിയ എത്രയാണ്? അത് വേണ്ട. 13 ചെയ്തോ. 13. ക്വസ്റ്റ്യൻ നമ്പർ 13. ക്വസ്റ്റ്യൻ നമ്പർ 13. Area of the region bounded by the curve y square equal to 4x. Area of the region bounded by the curve y square equal to 4x. Area of the region bounded by the curve y square equal to 4x. Y axis and the line y equal to 3. Figure വരയ്ക്കുക. y square equal to 4x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരാബോള. y square equal to 4x പരാബോള സിമെട്രിക് ടു x axis. y square equal to 4x. y equal to 3 straight line parallel to x axis. y equal to 3. ഏതാ നമുക്ക് കണ്ടുപിടിക്കേണ്ട റീജിയൻ എന്നൊന്ന് പറഞ്ഞു നീ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കണ്ടുപിടിക്കേണ്ട റീജിയൻ ഏതാണെന്ന് നോക്കി. ഏതാ മാളവിക? ഏത് റീജിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്? പരാബോളയുടെ ആ നടുക്കുള്ളതും പിന്നെ ആ y equal to 3 താഴത്തേക്കുള്ള റീജിയൻ അല്ലേ? y equal to 3 താഴത്തേക്ക് പരാബോളയുടെ എവിടെ വരണം? ഞാൻ ടിക്കറ്റ് അതാണോന്ന് പറഞ്ഞു തന്നാൽ മതി. ഈ ഭാഗമാണോ? അല്ല. പിന്നെ പരാബോളയും കൂടെ ഉള്ള റീജിയൻ ആണ്. നമുക്കിവിടെ ഏരിയ ഓഫ് ദ ലീജിയൻ ഏരിയ ഓഫ് ദ റീജിയൻ ക്വസ്റ്റ്യൻ കണ്ടോ മാളവിക? ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ്. നമുക്ക് എപ്പോഴും പറയുന്ന ബൗണ്ടറീസ് ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ട റീജിയന്റെ ബൗണ്ടറീസ് ആണ് പറയുന്നത്. ബൗണ്ടറികൾ കേട്ടോ. ബൗണ്ടഡ് ബൈ കർവ് y square equal to 4x. അതായത് പരാബോള ഒരു ബൗണ്ടറിയാണ്. ഒരു ബൗണ്ടറിയിൽ പരാബോള വരും. മനസ്സിലായോ? ഒരു ബൗണ്ടറിയിൽ y equal to 3 ക്ക് ഇടയ്ക്കുള്ള റീജിയൻ. അപ്പൊ ഒരു ബൗണ്ടറി പരാബോളയാണ്, ഒരു ബൗണ്ടറി y ആക്സിസ് ആണ്, ഒരു ബൗണ്ടറി y equal to 3 ആണ്. അത് മൂന്നുമാണ് ബൗണ്ടറി. അത് മൂന്നും ബൗണ്ടറി ആയിട്ട് വരുന്ന റീജിയൻ ഏതാണ്? അതാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ ഒന്നിനായിട്ടുള്ള ബൗണ്ടറിയാണ്. പരാബോള വരച്ചു നിർത്ത് പരാബോളയുടെ ഉള്ളിലായിക്കൊള്ളണമെന്നൊന്നും ഇല്ല കേട്ടോ. ബൗണ്ടഡ് ബൈ ബൗണ്ടറീസ് ആണ് തരുന്നത്. അപ്പൊ എവിടെ വരും? ഒരു ബൗണ്ടറി പരാബോളയാണ്. ഒരു ബൗണ്ടറി പരാബോള. അതുപോലെ ഞാൻ മാർക്ക് ചെയ്യാം. ബൗണ്ടറി പരാബോള നമുക്ക് പറഞ്ഞ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. പരാബോള ബൗണ്ടറി ആവണം. പരാബോള ഇവിടെ ബൗണ്ടറി ആണ്. y ആക്സിസ് ബൗണ്ടറി ആയിട്ട് വരണം. y ആക്സിസ് ഉണ്ട്.
y ഈക്വൽ ടു 3 ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ റീജിയൻ. ഇതാണ് ഈ ഷെയ്ഡ് ചെയ്യുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏരിയ ഈക്വൽ ടു ഫോർമുല എന്തായിരിക്കും റൂബി? ഏരിയ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 3 0 to 3 y ഈക്വൽ ടു 0. y ഈക്വൽ ടു 0 മുതൽ y ഈക്വൽ ടു 3 വരെ. ശരി. y dx y dx അല്ല, തെറ്റി. x dy x dy dy. എന്തുകൊണ്ട് x dy വന്നെ? അത് y ആക്സിസിലല്ലേ ലൈൻ കിടക്കണം. ഇവിടെ ബൗണ്ടറി നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട റീജിയന്റെ ഒരു റീജിയന്റെ ബൗണ്ടറി ആരാണ്? y ആക്സിസ് ആണ്. ഇത്രയും ചെയ്തതിനകത്ത് x ആക്സിസ് ആയിരുന്നു. ഇവിടെ y ആക്സിസ് ആണ് ബൗണ്ടറി. കണ്ടോ, ഒരു ബൗണ്ടറി y ആക്സിസ് ആണ്. y ആക്സിസ് ബൗണ്ടറി ആണെങ്കിൽ x dy ആണ് ഫോർമുല. x dy. x ആക്സിസ് ബൗണ്ടറി ആണെങ്കിൽ y dx. y ആക്സിസ് ബൗണ്ടറി ആകുമ്പോൾ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y വനം, x dy വനം. ഇനി x എവിടെ നിന്ന് കണ്ടുപിടിക്കും? ഈ y ആക്സിസ് അല്ലേ? നിങ്ങൾ y ആക്സിസിൽ നിന്ന് ലൈൻ വരച്ചു നോക്ക്. y ആക്സിസിൽ നിന്ന് ലൈൻ വരച്ചു നോക്കി കഴിഞ്ഞാൽ അത് എവിടെ വന്ന് മുട്ടുന്നത് നോക്കി. y ആക്സിസിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻസ് ഒക്കെ എവിടെ വന്ന് മുട്ടും? എവിടെ വന്ന് മുട്ടും? പരാബോളയില്. y ആക്സിസിൽ നിന്ന് ലൈൻ വരച്ചാൽ പരാബോളയിൽ വിട്ടു. അപ്പൊ പരാബോളയിൽ നിന്ന് വേണം നമ്മൾ x കണ്ടുപിടിക്കാനായിട്ട് കേട്ടോ. പരാബോളയിൽ നിന്ന് x കണ്ടുപിടിക്കണം. ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 3 x എത്ര കിട്ടും പരാബോളയിൽ നിന്ന്? പറഞ്ഞോ റൂബി, പെട്ടെന്ന് പറഞ്ഞോ. y square by 4 y square by 4 y square by 4 dy. ഇന്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക. 1/4 പുറത്തേക്ക് മാറിക്കോട്ടെ. y ക്യൂബ് ബൈ 3 വരും. 3യും പുറത്തേക്ക് മാറ്റാം കേട്ടോ. മാറ്റിയില്ലും കുഴപ്പമൊന്നുമില്ല, സൗകര്യം പോലെ എഴുതുക. 1/4 ഇൻറ്റു അപ്പർ ലിമിറ്റ് 3 ക്യൂബ് ബൈ 3. ലോവർ ലിമിറ്റ് 0 ആണ്. ദാറ്റ് ഈസ് 1/4 ഇൻറ്റു 9. 9/4 സ്ക്വയർ യൂണിറ്റ്. ഓക്കെ ആണോ? ഞാൻ 2 ക്വസ്റ്റിനോടെ ഉള്ളൂ കേട്ടോ. ഏകദേശം എക്സസൈസ് തീർന്നിട്ടുണ്ട്. ആ 2 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഐഡിയ ഒക്കെ കിട്ടിയോ? ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷന്റെ ആപ്ലിക്കേഷൻ ഏരിയ കണ്ടുപിടിക്കാനാണ് കേട്ടോ. വേറെ വ്യത്യസ്തങ്ങളായ മെത്തേഡുകളൊക്കെ അടുത്ത വർഷം പഠിക്കും. ഡബിൾ ഇന്റഗ്രലിലൂടെ ഏരിയ കാണുന്നതും ട്രിപ്പിൾ ഇന്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് വോളിയം കാണുന്നതും ഒക്കെ അടുത്ത വർഷം പഠിക്കും. ഓക്കെ, ഇത്രയും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? ഇല്ല. ശരി. ക്വസ്റ്റ്യൻ നമ്പർ 9. 9. Find the area of the region bounded by the parabola. Find the area of the region bounded by the parabola. Find the area of the region bounded by the parabola. Y is equal to x square. Y equal to x square and y equal to mod x. Y equal to x square and y equal to mod x. Figure വരയ്ക്കണം. y equal to x square എങ്ങനെ വരും? y equal to x square ന്റെ ഷേപ്പ് അഭിരാമി? y equal to x square y ആക്സിസിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് സിമെട്രിക് ആയിട്ട്. y ആക്സിസിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് സിമെട്രിക് ആയിട്ട്. y ആക്സിസിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് സിമെട്രിക് ആയിട്ട്. ഇനി y equal to mod x എങ്ങനെ വരയ്ക്കും? y equal to mod x. mod x നെ സ്പ്ലിറ്റ് ചെയ്യാലോ. mod x നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണത്? നമുക്ക് mod x നെ 2 ആക്കി മാറ്റാം.
y equal to mod x നെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഫാത്തിമ ഇസ്മായിലെ? X if x greater than 0. X if x greater than or equal to Or equal 0. to 0. Minus x if x less than 0. X less than 0. ഇപ്പൊ രണ്ട് ലൈൻ ആയിട്ട് ഇവിടെ രണ്ട് ലൈൻ ആവും. ഏതൊക്കെയാണ്? y equal to x ഉണ്ട്, y equal to minus x ഉണ്ട് കേട്ടോ. That is y equal to x if x greater than or equal to 0. y equal to minus x if x less than 0. രണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആണ് കേട്ടോ. രണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആണ്. നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട് ഇത് വരയ്ക്കാനൊക്കെ ആയിട്ട്. അതിന്റെ ഷേപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താ അതിന്റെ ഷേപ്പ്? y equal to mod x ന്റെ ഷേപ്പ് അറിയില്ലെങ്കിൽ വരയ്ക്കുക. അവനെ ഈ ഷേപ്പ് വി 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 എന്നാണ് പറഞ്ഞത്. വി ഷേപ്പ്. വി ഷേപ്പ് ആണ് കേട്ടോ. വി ഷേപ്പ്. y equal to x. ഈ y equal to x വരയ്ക്കുമ്പോൾ എവിടെ നിന്ന് ഇങ്ങനെ പോകും? വി ഷേപ്പ് പോകും. y equal to x. y equal to x. അതാണ് കേട്ടോ y equal to x. y equal to minus x ഇപ്പുറത്തേക്കും പോകും. y equal to minus x. വി ഷേപ്പ് ആണ് വരുന്നത് കേട്ടോ. സിമെട്രിക് ആട്ടോ പിള്ളേരെ. ഞാൻ രണ്ടും വരച്ചപ്പോ രണ്ടും രണ്ട് രീതിയിലാണ് ഇരിക്കണേന്നുള്ളൂ. സിമെട്രിക് ആണ് കേട്ടോ. y equal to x ഉം y equal to നിങ്ങൾ ഒരേപോലെ വരയ്ക്കണം കേട്ടോ. y equal to x, y equal to minus x ഉം രണ്ടും ഒരേ വലുപ്പത്തിൽ ഇരിക്കണേ. എന്റെ ഇച്ചിരി പ്രശ്നമായി പോയി. രണ്ടും ഒരേ വലുപ്പത്തിലാണ്. നമുക്ക് ആ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഈ ഷേഡ് ചെയ്തേക്കണ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദി പരാബോള ആൻഡ് y equal to mod x. പരാബോളയ്ക്കും y equal to mod x നും ഇടയ്ക്ക് കിടക്കുന്ന ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. y equal to mod x വി ഷേപ്പ് ആണ്, പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ x equal to y എന്ന സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. അപ്പൊ റൈറ്റ് സൈഡ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ കിട്ടും. x equal to y ഫസ്റ്റ് ക്വാഡ്രന്റിലെ ലൈൻ കിട്ടും. ദെൻ x equal to minus y വരച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരച്ചിരിക്കുന്ന ലൈനും കിട്ടും. ഇത് രണ്ടിന്റെയും ഇടയ്ക്കുള്ള ഏരിയ കണ്ടുപിടിക്കണം കേട്ടോ. സിമെട്രിക് ആണ്. സിമെട്രിക് ആയതുകൊണ്ട് ഒരെണ്ണം കണ്ടുപിടിച്ചിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. രണ്ടും ഒരേപോലെ ആയതുകൊണ്ട് ഒരു ഏരിയ കണ്ടുപിടിച്ചിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ താഴെ കൊടുക്കുക റിക്വയർഡ് ഏരിയ ഈക്വൽ ടു 2 into area in the first quadrant. Required area equal to 2 into area in the first quadrant. ഇനി ഫസ്റ്റ് ക്വാഡ്രന്റിലേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് സെക്കൻഡ് എക്സസൈസിലാണ് വരുന്നത് എന്ന് പറയാനുള്ള കാരണം എന്താന്ന് പറയാമോ? ഇത്ര നേരം ചെയ്തതിൽ നിന്ന് ഇവിടെയുള്ള വ്യത്യാസം എന്താണ്? സർ വാല്യൂസ് ഇല്ല. വാല്യൂ തന്നിട്ടില്ല. വാല്യൂ തന്നിട്ടില്ല എന്ന് ഉദ്ദേശിച്ചത് കട്ട് ചെയ്യണ പോയിന്റിന്റെ വാല്യൂ. കട്ട് ചെയ്യുന്ന പോയിന്റ് നമുക്ക് അത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. പരാബോളയുടെ ഇക്വേഷനും ലൈനിന്റെ ഇക്വേഷനോടെയും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കിട്ടില്ലേ? അതല്ല സലാഹുദ്ദീൻ രണ്ടാമത് പറഞ്ഞാൽ കേട്ടില്ല. വേരിയബിൾസിൽ തന്നെ തന്നേക്കുന്ന നമ്പേഴ്സും തന്നിട്ടില്ല. നമ്പേഴ്സും തന്നിട്ടില്ല. മെയിൻ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ ആയിരുന്നു. ഒരു സ്ട്രൈറ്റ് ലൈനും കർവ് ആയിരുന്നു. ഇല്ല, എനിക്ക് വേണ്ട പോയിന്റിലേക്ക് എത്തിയിട്ടില്ല. ഈ രണ്ട് ലൈനും ആക്സിസ് ബൗണ്ടറി ആയിട്ട് വന്നിട്ടില്ല. ആക്സിസ് ബൗണ്ടറി അല്ല, അതാണ് കേട്ടോ മെയിൻ ഡിഫറൻസ്. ഇവിടെ ആക്സിസ് ഇല്ലല്ലോ. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത എല്ലാത്തിനകത്തും ആക്സിസ് ബൗണ്ടറി അല്ലായിരുന്നോ? ആക്സിസ് ബൗണ്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. അതായിരുന്നു ഇത്രയും നേരം ചെയ്ത എല്ലാ പ്രോബ്ലത്തിലും. ആക്സിസ് ഒരു ബൗണ്ടറി ആയിരുന്നു. ആക്സിസിൽ നിന്ന് ഒന്നുകിൽ എക്സ് ആക്സിസ് ഒരു ബൗണ്ടറി ആണ്, അല്ലെങ്കിൽ വൈ ആക്സിസ് ഒരു ബൗണ്ടറി ആണ്. എക്സ് ആക്സിസിനെയും വൈ ആക്സിസിൽ നിന്നുമുള്ള ആ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്.
ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്കിപ്പോ ഏതായാലും ചെയ്യാൻ സമയമില്ല. ഈ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോൾ ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഇന്റർസെക്ട് എന്ന പോയിന്റ് കണ്ടുപിടിക്കും. അത് രണ്ടും കൂടെ സോൾവ് ചെയ്താൽ പോരെ? ആ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ ഇന്റർസെക്ട് എന്ന പോയിന്റ് കിട്ടും. ഈ ഇന്റർസെക്ട് എന്ന പോയിന്റ് കണ്ടിച്ചിട്ട് നമ്മൾ ഇവിടെ ലൈൻ അങ്ങ് വരച്ചിട്ട് ഇന്റർസെക്ട് എന്ന പോയിന്റിൽ കൂടെ ഒരു ലൈൻ അങ്ങ് വരച്ചു കഴിയുമ്പോൾ ഇനി ഈ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഈ എക്സ് ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആലോചിച്ചോട്ടോ, ആലോചിച്ചു. ഇപ്പൊ പറഞ്ഞ ഏതായാലും തീരില്ല. സർ ഏരിയ അണ്ടർ ലൈൻ മൈനസ് ഏരിയ അണ്ടർ കർവ് ആണ് ചെയ്യേണ്ടത്. ഏരിയ അണ്ടർ ദി ലൈൻ മൈനസ് ഏരിയ അണ്ടർ ദി കർവ് ആണ്. ഈ എക്സ് ആക്സിസ് അല്ലേ, നമ്മളൊരു കാര്യം ചെയ്യും, ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ അടിയിലേക്കുള്ള ഏരിയ കണ്ടുപിടിക്കും. ഞാനിവിടെ മൊത്തം ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ അടിയിലേക്ക്, ശ്രദ്ധിച്ചോട്ടെ പിള്ളേരെ, ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ അടിയിലേക്കുള്ള ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും വരും. ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ അടിയിലേക്കുള്ള ഏരിയ, സ്ട്രെയിറ്റ് ലൈനിന്റെ അടിയിലേക്ക് എക്സ് ആക്സിസ് വരെയുള്ള ഏരിയ കണ്ടുപിടിക്കും. അപ്പൊ ഈ ഷെയ്ഡ് ഇതൊക്കെ കിട്ടിയില്ലേ? ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ അടിയിലേക്ക് എക്സ് ആക്സിസ് വരെയുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ഷെയ്ഡ് ഇതേക്കണതായി. ക്ലിയർ ആണോ? സ്ട്രെയിറ്റ് ലൈനിന്റെ അടിയിലേക്ക് എക്സ് ആക്സിസ് വരെ. ഇനി ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ? ആ കർവിന്റെ അടിയിലേക്ക് എക്സ് ആക്സിസ് വരെയുള്ള ഞാൻ വേറെ അടുത്തായിട്ട് കണ്ടുപിടിക്കും. കർവിന്റെ അടിയിലേക്ക് എക്സ് ആക്സിസ് വരെയുള്ളത് വേറെ കണ്ടുപിടിക്കും. ഇവിടെ ഇത് ഏരിയ, ഈ കർവിന്റെ അടിയിലെ എക്സ് ആക്സിസ് വരെയുള്ള ഏരിയ കണ്ടുപിടിക്കും. ഇപ്പൊ ഷെയ്ഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അത് സബ്ട്രാക്ട് ചെയ്യും. ഈ ഏരിയ കണ്ടുപിടിച്ച് ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ സ്ട്രെയിറ്റ് ലൈനും കർവിന്റെ ഇടയ്ക്കുള്ള ഏരിയ കിട്ടും. പറഞ്ഞ മനസ്സിലായോ? ഇല്ലെങ്കിൽ കാപ്പിയൊക്കെയും കുടിച്ചിട്ട് വന്നേരം ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, 9 മണിക്ക് കേട്ടോ, കൃത്യം 9 മണിക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ ഓക്കെ താങ്ക് യു സർ. ഓക്കെ.